ഓക്കെ, ഗുഡ് ഈവനിങ്. ഞാൻ കുറച്ചുപേരും കൂടെ ജോയിൻ ആവട്ടെ എന്ന് വിചാരിച്ചു, പക്ഷെ ആരും ഇല്ലല്ലോ. ഞാൻ ഈ സമയത്തേക്ക് മാറ്റിയത് നിങ്ങളൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് കുറെ പേര് 2 ബാച്ചിൽ നിന്നും പോകുന്നോണ്ടായിരുന്നു ക്ലാസ് ഈ ടൈമിലേക്ക് മാറ്റിയത്. അങ്ങനെയാണ് പ്രാക്ടിക്കൽ സെഷൻ പകല് ഞാൻ വെച്ചത്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ആരാ? സ്തുതിയുടെ മെസ്സേജ് ഞാനിപ്പോ കണ്ടു. യെസ് പ്ലീസ്, റെക്കോർഡിംഗ് ഓൺ ആണല്ലോ. യെസ്, പ്രെയർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. Good evening all. Good evening ma'am. Heavenly Father, thank you for the gift of education. As I prepare for my studies, I ask for your strength and focus. Help me to stay motivated, overcome distractions, and persevere through challenges. May my efforts be fruitful and may I always strive to learn and grow. Thank you. Sign in. Good evening everyone. I am warmly welcome our respected ma'am and all my dear friends to today's online class. Let us begin the session with a positive attitude and eagerness to learn. Thank you. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, സോ നമ്മള് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിരുന്നു. സോ മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ ക്വാളിറ്റീസ് അതല്ലേ നമ്മൾ നെക്സ്റ്റ് എടുക്കാന്ന് പറഞ്ഞ സെഷൻ. നിങ്ങളോട് വായിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. കാരണം അത് റീഡ് ചെയ്യുമ്പോൾ യു ഷുഡ് റീഡ് ത്രൂ യുവർ ഹാർട്ട്. ബിക്കോസ് നമ്മള് അതിലേക്ക് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫെസിലിറ്റേറ്റർ എങ്ങനെയാണെന്ന്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെ ആയി മാറണം എന്നുള്ളതെല്ലാം ശരിക്കും അതിൽ വരുന്നുണ്ട്. ബട്ട് ഐ നോ ദാറ്റ് തുടക്കത്തിലുള്ള നമ്മളല്ല ഇപ്പോഴുള്ള നമ്മൾ, അല്ലെ? നമ്മൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴും ചേഞ്ചസ് വന്നു കാണും. മുന്നിൽ വരുന്ന കുട്ടികൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കാണും. ഓക്കെ, അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? സോ വി ക്യാൻ സ്റ്റാർട്ട്. ഞാനത് ഷെയർ ചെയ്യാം. അപ്പൊ ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇനി വരുന്നത്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അതായിരുന്നു നമുക്ക് ഇനി വേണ്ടത്, അല്ലെ? റൈറ്റ്, യെസ്. ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങളുടെ PG സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും ഫോർ 12, 13 and 14. പല സ്കൂളുകളിലും പോകുമ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യം, പ്രത്യേകിച്ചും ഹൈസ്കൂൾ സെഷനിലെ സ്കൂൾ ടീച്ചേഴ്സ്, ചെറിയ ക്ലാസ്സിലെ അല്ല, ഹൈസ്കൂൾ സെഷനിലെ ടീച്ചേഴ്സ് എപ്പോഴും പറയുന്നത് പോർഷൻസ് തീർക്കണം, സിലബസ് തീർക്കണം, തീർന്നിട്ടില്ല അത് എത്രയും പെട്ടെന്ന് തീർക്കണം. പക്ഷെ കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് മാത്രം അവര് ചിന്തിക്കുന്നില്ല. അവരുടെ ഒരു എനിക്ക് തോന്നുന്നു അവരുടെ ഈ ജോബിന്റെ അത്രയും ഒരു ഭയങ്കര പാക്ഡ് ആയിരിക്കും. കറക്റ്റ് കുറേ പഠിപ്പിക്കാൻ. ഇപ്പോ പ്രത്യേകിച്ചും സ്റ്റേറ്റ് സ്കൂളുകളിലൊക്കെ പോർഷൻസ് പഠിപ്പിക്കൽ മാത്രമല്ല, വേറെയും പല ആക്ടിവിറ്റീസ് ടീച്ചേഴ്സിന് ചെയ്യേണ്ടതായിട്ട് വരും ഗവൺമെന്റിന്റെ ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ക്ലാസ് എടുക്കാൻ സമയം കിട്ടാതെ വരുന്നു. പിന്നെ നമ്മളുടെ ക്ലൈമറ്റിലെ ചില ചേഞ്ചസ്, പലപ്പോഴും അവധി വരുന്നു. നമ്മുടെ സൊസൈറ്റിയിലെ ചില കാര്യങ്ങൾ മൂലം ചില ഹർത്താൽ ബന്ദ് അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട് കുറെ അവധി അങ്ങനെ വരും. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ സ്കൂളിലെ ഏതെങ്കിലും ഒരു ആ ഒരു റിലേറ്റഡ് സ്ഥലത്തെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽസോ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ അവധികൾ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പലപ്പോഴും കരിക്കുലത്തിലെ കുറെ വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് ഡേയ്സ് ഇവർക്ക് നഷ്ടപ്പെടും. അപ്പൊ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ടീച്ചേഴ്സ് ശരിക്കും ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് അവര് മനസ്സിലാക്കണില്ല. കാരണം അവർക്ക് അത് ചിന്തിക്കാനുള്ള സമയമില്ല. പലപ്പോഴും മെജോറിറ്റി കുട്ടികളും ട്യൂഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളായിരിക്കും.
അപ്പൊ ടീച്ചേഴ്സ് ഉള്ളുകൊണ്ടൊന്ന് ആശ്വസിക്കണത് അവര് ട്യൂഷന് പോകുന്നുണ്ടല്ലോ, അപ്പൊ ശരിയായിക്കോളും ആ രീതിയിൽ. അതല്ല ശരിയായ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ടീച്ചേഴ്സിന് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരണം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഏതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ് ഇസ് ഗുഡ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈക്ക് ഞാൻ ഉദ്ദേശിച്ച സിലബസ് ആട്ടോ, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE സിലബസ് ആണെങ്കിലും നല്ലത് തന്നെയാണ്. ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ആ കുട്ടിക്ക് ആ സിലബസ് എന്നുള്ള രീതിയിൽ എടുക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിനിടയ്ക്കൊരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോഴാണ് പ്രോബ്ലം പറ്റുന്നത്. പെട്ടെന്ന് CBSE കൊണ്ടുപോയി സ്റ്റേറ്റിലാക്കും. അത് ഓക്കെ, സംഹൗ ദേ വിൽ മാനേജ്. കാരണം CBSE ആ ഒരു എക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവര് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ട് മാറും. അങ്ങനെ വരാം. പക്ഷെ ചില സമയത്ത് ചില സ്കൂളിലെ ഒരു അറ്റ്മോസ്ഫിയർ അനുസരിച്ച് വേറെയും ഇമോഷണലി ചേഞ്ചസ് കുട്ടികളിൽ ഉണ്ടാകാറുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്, മലയാളം മീഡിയം ആയിരുന്നു. എന്റെ ടൈമില് പ്രീ ഡിഗ്രി ആയിരുന്നു കോമൺ ആയിട്ടുണ്ടായിരുന്നത്. അന്ന് പ്രീ ഡിഗ്രിയിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ടഫായിരുന്നു എനിക്ക്. കാരണം ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ഇതായി എല്ലാ സബ്ജക്റ്റും അങ്ങനെ വന്നു. പിന്നെ എനിക്ക് ലാംഗ്വേജിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഹിന്ദി ആയാലും മലയാളം ആയാലും പഠിക്കണം എന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കുറെ പഠിക്കണം, കുറെ എഴുതണം എന്നൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഫ്രഞ്ച് ആയിരുന്നു. അത് മാത്രമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ഒരു ആശ്വാസം. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഭയങ്കര രസമായിരുന്നു, മാത്സും. ബട്ട് ലാംഗ്വേജിന്റെ ഭയങ്കര ഒരു റെസ്ട്രിക്ഷൻസ് വന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, മോള് CBSE കുട്ടികളെ അപ്പൊ അതുകൊണ്ട് ഞാൻ CBSE സ്കൂളിൽ ചേർക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഞങ്ങളുടെ സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്കോർ ചെയ്തിരുന്നത് CBSE നിന്ന് വന്ന കുട്ടികളെ, സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികൾ സ്കോർ ചെയ്യുന്നത് കുറവായിരുന്നു. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോ എനിക്കിങ്ങനെ CBSE പഠിക്കാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് അന്ന് തോന്നിയിരുന്നു. കാരണം അവർക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നി, മാത്സ് ആണെങ്കിലും. നമ്മൾ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യേണ്ട വന്നു ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ റീസെന്റ് മോളെ 10th കഴിഞ്ഞിട്ട് ഞാൻ CBSE തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. +1 +2 അവൾ ബോർഡിങ്ങിലായിരുന്നു. അപ്പൊ മോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു, അവരുടെ സ്കൂളില് സ്റ്റേറ്റില് 10th വരെ പഠിച്ചിട്ട് +1 +2 CBSE വന്നത് ഭയങ്കര ടഫായിരുന്നു ആ കുട്ടികൾക്ക്. കാരണം അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്തു. അവർ 10 വരെയും പഠിച്ച പാറ്റേൺ മാറി വേറൊരു പാറ്റേൺ, സെയിം സിലബസ് തന്നെയൊക്കെ ആണെങ്കിലും ആ പഠിപ്പിക്കുന്ന രീതി, ആ കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു. പക്ഷെ അവര് നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇതുപോലെ തന്നെ, അതിന്റെ മോള് ഇപ്പൊ 10th പക്ഷെ അവര് സ്റ്റേറ്റിലാണ്. അപ്പൊ ആ കുട്ടിയെ സ്റ്റേറ്റിൽ ആദ്യം ചേർത്തപ്പോ ഞാൻ ചോദിച്ചു, CBSE ചേർക്കുകയല്ലേ നല്ലത്? കാരണം അവരെ സംബന്ധിച്ച് ഒരു CBSE സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഫിനാൻഷ്യലി. അപ്പൊ ഈ കുട്ടി ഭയങ്കരമായിട്ട് എതിർത്തു. കാരണം ഈ ഇല്ല, സ്റ്റേറ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ 10th എത്തിയിട്ട് ആൾക്ക് കൊച്ചിന് മെഡിസിന് വിടാനാണ് താല്പര്യം. അപ്പൊ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ബ്രില്യന്റിന്റെ +1 +2 പഠിക്കുന്നതിനൊപ്പം തന്നെ ബ്രില്യന്റിന്റെ കോച്ചിങ് ആ ഒരു രീതിയിൽ എടുക്കാനാണ്. പക്ഷെ ബ്രില്യന്റിന്റെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് എല്ലാം CBSE സ്കൂളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ആ കുട്ടിയെ LKG ചേർത്തപ്പം ഞാൻ പറഞ്ഞിരുന്നു CBSE സ്കൂളിൽ ചേർക്കൂ എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് സ്കൂൾ മോശമാന്ന് വിചാരിച്ച് പറഞ്ഞതല്ല കേട്ടോ. കാരണം അവർക്ക് ഞാൻ എന്റെ കുട്ടികളെ ചേർത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ അവിടെ ചേർക്കാമായിരുന്നു. കാരണം അവർക്ക് മെഡിസിനെ വിടാൻ ഇങ്ങനെ ബ്രില്യന്റുമായിട്ട് ചെയ്യണം എന്നായിരുന്നെങ്കിൽ CBSE തന്നെ കുട്ടിയെ വിടുന്നതായിരുന്നു നല്ലത്. കാരണം ഇനിയിപ്പോ സ്റ്റേറ്റിൽ നിന്ന് CBSE എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആലോചിച്ച് നല്ലതുപോലെ നമ്മുടെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് വേണം അവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കാൻ. അത് ചെറിയ ക്ലാസ് ആണെങ്കിലും ശരി, വലിയ ക്ലാസ് ആണെങ്കിലും. സെയിം ഒരു ഇൻസിഡന്റ് എനിക്ക് പറയാനുള്ളത്, എന്റെ ഫ്രണ്ടിന്റെ മോൻ ഇപ്പൊ 10th CBSE ആണ്. 7th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇവനുമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ മകനാണ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, അപ്പൊ കുട്ടിക്ക് വീട്ടിലെ എൻവിയോൺമെന്റ് പഠിക്കുന്ന സഹായിക്കുന്ന രീതിയിലല്ല. മീൻസ് പഠിക്കുന്ന കാര്യത്തിൽ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇവര് പുറത്ത് ട്യൂഷൻ കൂടുതൽ ഫീസ് കൊടുത്ത് പലയിടത്തും ട്യൂഷൻ കൊടുത്തു. പക്ഷെ ഇവന്റെ രീതി മനസ്സിലാക്കി. ട്യൂഷൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ,
അവിടെ ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഒരു കുട്ടിയെ പ്രത്യേകം, കുറെ കുട്ടികൾ ഉണ്ടാവും, പക്ഷെ ഇവന് പ്രത്യേകം ശ്രദ്ധ വേണ്ടതായിരുന്നു. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയായിരുന്നു. കാരണം 7ാം ക്ലാസ് എത്തിയിട്ടും CBSE-യിലാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കുട്ടിക്ക് അറിയുന്നത്. ഞാൻ അന്നേ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം എന്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ അവരത് ചെയ്തില്ല. ഇപ്പൊ 10th കഴിഞ്ഞ ദിവസം എന്നോട് പറയുമായിരുന്നു, മോഡൽ എക്സാം നടക്കുവാണല്ലോ CBSE സ്കൂളുകളിൽ. ഇപ്പോ മോഡൽ എക്സാമിന് ഭയങ്കര ലോ മാർക്ക്. ട്യൂഷൻ, ഈ ഒരു 10th മാത്രം ട്യൂഷന് 1.5 ലക്ഷം രൂപ ചെലവായി കഴിഞ്ഞു, ഒരു റിസൾട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമിച്ചു. അപ്പൊ അതിന് എനിക്ക് എന്ത് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് അറിയില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ ബ്ലെയിം ചെയ്യാം, പക്ഷെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഞാൻ ഓർക്കുക, ഞാൻ അന്ന് 7th സ്റ്റാൻഡേർഡിൽ ഇത് ഐഡന്റിഫൈ ചെയ്തതാണ്. ഞാനത് അഡ്രസ് ചെയ്യാൻ റെഡി ആയിരുന്നു. പക്ഷെ അവര് കുട്ടിയെ എൻ്റെ അടുത്ത് അയക്കാൻ തയ്യാറായില്ല. ദൂരമായിരുന്നു അവർക്കൊരു പ്രശ്നം, ഒരു ദൂരമുണ്ട്, ദൂരമായിരുന്നു പ്രോബ്ലം. പക്ഷെ ആ ഒരു ദൂരം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് കുട്ടിയെ അയക്കാമായിരുന്നു. സംഭവം എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കൂ, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്യും. നമുക്ക് വേണ്ടുന്ന ക്വാളിറ്റി അതാണ്. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ക്വാളിറ്റി അതാണ്. ഒബ്സർവ് ചെയ്യുക കുട്ടികളെ. കാരണം അല്ലെങ്കിൽ അവരുടെ തലയിലേക്ക് എന്ത് കൊടുത്താലും അവർക്ക് കയറില്ല. അത് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ ശരി, നിങ്ങൾ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ശരി, നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കുട്ടികളാണെങ്കിൽ ശരി, നിങ്ങൾ ഏത് സ്കൂളിൽ പോകുമ്പോൾ അവിടെ കാണുന്ന കുട്ടികളാണെങ്കിൽ ശരി, അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. അവർക്ക് ചിലപ്പോ ചില കുറവുകൾ ഉണ്ടാകാം. നമ്മൾ വിചാരിച്ചാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന കുറവുകളായിരിക്കാം. പാരന്റ്സിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കണം. നമ്മളുടേതായ രീതിയിൽ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യുക. ഡോക്ടർ മറിയ മോണ്ടിസോറി ചെയ്തത് അങ്ങനെയായിരുന്നു. ഒരു പ്രത്യേക പാറ്റേണിലൊന്നുമല്ല അവര് ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്തേ. ആക്സിഡന്റലി അവർ ആദ്യമായിട്ടുണ്ടാക്കിയ സ്കൂളിൽ ആക്സിഡന്റലി സംഭവിച്ച പല കാര്യങ്ങളെയും അവര് കൂടുതൽ ഡിസൈൻ ചെയ്ത് മോഡിഫൈ ചെയ്യുമായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്നവരും മോണ്ടിസോറി മെത്തേഡിൽ പല അപ്ഗ്രഡേഷനും നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നമ്മളുടേതായ സ്വന്തമായിട്ടുള്ള ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റി നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം നമ്മളുടെ ടീച്ചിങ് മെത്തേഡ്. ഒരു യുണീക്ക് ടീച്ചർ ആകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ ഓരോ ബാച്ച് പോകുമ്പോഴും നിങ്ങൾക്കുള്ള യുണീക്നെസ് എന്ന് അറിയണം എന്നുള്ളത്. ഞാൻ ഇതിപ്പോ പറയാൻ കാരണം, ഇത് എന്റെ 12th ബാച്ചിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. PG-ക്കാരെ നമ്മൾ കാണും, എങ്കിലും ഇത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. പിന്നെ അത് കൂടാതെ മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിവിഷൻ ക്ലാസ്സും കൂടെ 12-ന് വരും. 12-ലെ കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ 12-ലുള്ളവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ആ റിവിഷൻ ക്ലാസ് ഈവനിങ് ടൈമിലായിരിക്കും ഞാൻ വെക്കുക. പ്ലീസ് അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ എല്ലാവരോടും പറയണം. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു പെർഫോം വെൽ ഇൻ ദ എക്സാംസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഒരു ഫോക്കസ് ചെയ്യുന്നവരാണ്. ഡെഫിനറ്റ്ലി നമ്മളുടെ ക്രൈറ്റീരിയയുടെ ഒരു ഭാഗമാണ് മാർക്ക് എന്ന് പറയുന്നത്. സോ ആ റിവിഷൻ ക്ലാസ് മിസ്സാകാതെ കയറാനായിട്ടൊന്ന് പറയണം കേട്ടോ. സോ ഇന്ന് ചിലപ്പോൾ തീരുന്നവരെ ഞാൻ എടുക്കും. മേ ബി 9 o'clock ആവുമായിരിക്കും. ഓക്കെ, സോ ഐ തിങ്ക് ഇന്നത്തെ സെഷൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. ആരെങ്കിലും ലീഡ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ 3 പീരീഡ് ആണോ പറഞ്ഞ ലാംഗ്വേജിന്റെ കൺസെപ്റ്റിന്റെ? മറ്റേ എന്താ പറയാ, കളേഴ്സ് അതായിരുന്നോ പറഞ്ഞേ? എവിടെയായിരുന്നു ഒന്ന് പറയാമോ? എവിടെയായി എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇതായിരുന്നില്ലേ പറഞ്ഞേ? നമ്മൾ കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിലൂടെ കുട്ടിക്ക് ലാംഗ്വേജ് കൺസെപ്റ്റ് വരുന്നത് ഇതല്ലേ പറഞ്ഞേ? ആണോ? അതൊക്കെ പറഞ്ഞു മാം, പറഞ്ഞു. ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി മാം, ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി വൈസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മളുടെ എൻവിയോൺമെന്റിന്റെ, കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഫസ്റ്റ് ഫേസ് ആയ വീട്ടിൽ നിന്നും കുട്ടി വീട്ടിലേക്ക്, സ്കൂളിലേക്ക് വരുന്നു. സെക്കൻഡ് ഫേസിലേക്ക് ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി മാറുന്നത് വീട്ടിലെയും സ്കൂളിലെയും എൻവിയോൺമെന്റ് കൊണ്ടാണ്. ഓക്കെ, പേജ് നമ്പർ അവിടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. പേജ് നമ്പർ നോക്കുന്ന ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു മോണ്ടിസോറി മെത്തേഡില് പല കീ എലമെന്റ്സ് ഉണ്ട്. ഒരു കുട്ടിയുടെ ഈ ഡെവലപ്മെന്റ് ഒരു കമ്മ്യൂണിറ്റിയിൽ മേർജ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായി മാറാൻ, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാനായിട്ട് കുറേ കീ എലമെന്റ്സ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓഫ് ഓണർഷിപ്പ്.
ഡെഫിനറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയി മാറുവാണല്ലേ. നമ്മൾ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ടൂൾസ്, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഫ്രീഡോ, ഒന്ന് പ്രിപ്പയർഡ് എൻവിയോൺമെന്റും. കുട്ടിയുടെ വളർച്ചയ്ക്ക് സഹായമാകുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സ് വരുന്ന എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അത് കൂടാതെ കുട്ടിക്കുള്ള രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊരു ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ തന്നെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടി ആകുമ്പോൾ അതെടുത്തു, ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടി അവർ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അവരുടെ കയ്യിലൊരു മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എനിക്ക് ചെയ്യാനുള്ളതാണ്, സോ ഞാൻ ഇത് ടേക്ക് കെയർ ചെയ്യണം. അപ്പൊ ആ മെറ്റീരിയൽസ് വെക്കുന്നതും അവരുടെ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നത് കൊണ്ടുവന്ന് വെച്ച് അവരെ ചെയ്തിട്ട് തിരിച്ചവിടെ കൊണ്ടുവെക്കുന്നവരെയുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലായിരിക്കാം. അപ്പൊ കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിലാണ് ആ ഒരു എൻവിയോൺമെന്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ചൈൽഡ് സൈസ്ഡ് ആയിരിക്കും. അങ്ങനെ അവരുടെ പല ഡെവലപ്മെന്റ് ഫാക്ടേഴ്സിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു സ്ട്രക്ചർ ഓർഡർ കുട്ടിക്ക് ഉണ്ടായിരിക്കും. സെക്കൻഡ്, റെസ്പോൺസിബിലിറ്റി ഓൾറെഡി പറഞ്ഞു. പിന്നെ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ തുടങ്ങും. സെൽഫ് കെയർ മാത്രമല്ല, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ തന്നെ അവരിൽ ഉണ്ടാകുന്നതാണ് മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, ആ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി, ഒരു മോറൽ ഹെൽപ്പ്. ആ ഒരു മൈൻഡ് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ലൈക്ക് വേറൊരാളോടുള്ള ഒരു കെയർ, കൺസേൺ അവരുടെ ഉള്ളിൽ നിറയും. ആ ഒരു എന്താ പറയാ, സെൽഫിഷ്, അതൊന്നും സ്ഥാനമില്ലാത്ത ഒരു എൻവിയോൺമെന്റ് ആണ് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിഫറെന്റ് വെർട്ടിക്കൽ ഏജ് ഗ്രൂപ്പ് ആണല്ലോ ഒരു മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പോ നമുക്കിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത സ്കൂള്, ദാറ്റ് മീൻസ് 3 വയസ്സിലെ കുട്ടികൾ വന്നു, 4 വയസ്സിലെ, 5 വയസ്സിലെ, 6 വയസ്സിലെ കുട്ടികൾ വന്നു. നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ 3 ഇയേഴ്സുകാരൻ 4 വയസ്സുകാരനാവും. പക്ഷെ ആ 3 ഇയേഴ്സിൽ അവൻ കാണുന്നുണ്ട് അവനേക്കാൾ മുതിർന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ. അവരെ റോൾ മോഡൽ ആക്കിയിട്ട് അവർ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ കുട്ടികൾ പുതിയ ബാച്ചിൽ വരുമ്പോൾ അവരോട് കാണിക്കും. അങ്ങനെ ഒരു റോൾ മോഡലിംഗ് ചെയ്ത് അവരുടെ എൽഡർ വണ്ണിനെ ഫോളോ ചെയ്യാനും പരസ്പരം സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ളതൊക്കെ ഞാൻ മാറ്റി, ഞാൻ അത് എല്ലാം വെട്ടി ഫെസിലിറ്റേറ്റർ ഞാൻ എന്റെ ടെക്സ്റ്റിലാക്കിയിട്ടുണ്ട്, മീൻസ് PDF ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. കാരണം ടീച്ചർ അല്ല നമ്മൾ ഫെസിലിറ്റേറ്റർ ആണ്. ഫെസിലിറ്റേറ്ററും ടീച്ചറും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഫെസിലിറ്റേറ്റ്, അതായത് കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ചൈൽഡ് സെന്റേർഡ് ആണ് അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്, ടീച്ചർ സെന്റേർഡ് അല്ല. ഓക്കെ, ഒരു ടീച്ചർ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ അത് കേട്ടുകൊണ്ടിരിക്കും. സംടൈംസ് ചില ടീച്ചേഴ്സ് ഡിഫറെന്റ് ആണ് കേട്ടോ. നമ്മളുടെ എന്റെയൊക്കെ ചെറിയ പ്രായത്തിലാണെങ്കിലും അതുപോലെയുള്ള 1-2 ടീച്ചേഴ്സിനെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്, കുട്ടികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാനായിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുന്നത്. സാധാരണ ടീച്ചർമാര് കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു, പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ്, ഇമ്പോസിഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അപ്പോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഫെസിലിറ്റേറ്ററിന് മാറ്റിയത്. റീഡ് ചെയ്യുമ്പോഴും ആ രീതിയിൽ ഞാൻ വായിച്ചു പോകാറുണ്ട്. സോ ആരാ ക്ലാസ് ഒന്ന് ലീഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് വായിച്ചിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങളും അതിന്റെ കൂടെ പറയാവുന്നതേ ഉള്ളൂ. യെസ്, അറിയുന്നുണ്ടോ? ആരുമില്ല? ഓക്കെ, നോ പ്രോബ്ലം. സോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റ്, ദ മോണ്ടിസോറി ഫെസിലിറ്റേറ്റ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സിംപ്ലി ലിസണിങ് ടു വേർഡ്സ് എന്നുള്ളതല്ല. നമ്മൾ ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് എക്സസൈസസ്, നമ്മുടെ എൻവിയോൺമെന്റ്, നമ്മൾ ഏതൊരു എൻവിയോൺമെന്റിലാണോ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ്, എക്സസൈസസ് വെച്ചിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പണ്ടൊരിടയ്ക്ക് DPP എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നു. DPP സിസ്റ്റം വന്നപ്പോ ആ ഒരു ഐഡിയ നല്ലതായിരുന്നു, കൺസെപ്റ്റ് നല്ലതായിരുന്നു, പക്ഷെ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഫെയിൽ ആയി പോയത്, അല്ലെ? ആ ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലായിരുന്നു, ആപ്ലിക്കേഷൻ ഫെയിലായി. പിന്നെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഒരു സിസ്റ്റം വന്നു. ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ അത് നിലവിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലില്ല. രാവിലെ ഇപ്പൊ 8 മണിക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ 1 മണി വരെയും ക്ലാസ് ഉള്ളൂ. ഈ 1 o'clock ശേഷം കുട്ടികൾക്ക് യൂറോപ്യൻ കൺട്രീസിലെ പോലെ അവർക്ക് പാർട്ട് ടൈം ജോബിന് പോകാം.
പല കുട്ടികളും സ്വിഗ്ഗി സൊമാറ്റോ, അത് കോളേജുകളിലാണ് നടന്നിരിക്കുന്നത്, കാരണം സ്കൂളുകളിൽ പറ്റില്ലല്ലോ, കാരണം ഏജ് കുറവാണല്ലോ, കുട്ടികൾക്ക് വണ്ടി ഓടിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് കുട്ടികൾ കൂടുതൽ പോകുന്നത്. അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു ഫീൽഡിലും അവർ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. ചില കുട്ടികൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്നു, അങ്ങനെ സിനിമ കാണുന്നു, കറങ്ങി നടക്കുന്നു, അങ്ങനെയാണ്. അപ്പൊ ശരിയായ രീതിയിൽ ആ സിസ്റ്റവും വർക്ക്ഔട്ട് ആയില്ല നമ്മുടെ നാട്ടിൽ. അപ്പൊ അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. ഓക്കെ, പിന്നെ നമുക്ക് മോണ്ടിസോറി മെത്തേഡില് ഇൻഡിവിജ്വൽ, അതിനാണ് ഇമ്പോർട്ടൻസ്. ഓരോ കുട്ടിക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, യൂണീക്നെസ് ഉണ്ട്. ആ രീതിയിലാണ് ഒരു ഫെസിലിറ്റേറ്റർ കുട്ടികളെ കാണുന്നത്. അപ്പൊ ഓരോ കുട്ടിയുടെയും വണ്ടർഫുള്ളി ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും. അത് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്, അതായത് കുട്ടികളുടെ ഉള്ളിലെല്ലാം ഒരു സ്പാർക്ക് ഉണ്ടാവും, ഒരു ലൈറ്റ് ഉണ്ടാകും. അതിനെ ഇഗ്നൈറ്റ് ചെയ്യുക, കത്തിച്ചു വിടുക, ട്രിഗർ ചെയ്യുക. അതാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ് ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക്. കുട്ടികളും ഈ ഫെസിലിറ്റേറ്ററും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ശരിക്കും അവരൊരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്സ് ആണ് ആ ഒരു എൻവയോൺമെന്റിലെ. ആകെ കൂടെ നോക്കുമ്പോൾ എല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിലാണ്. അല്ലാണ്ട് ടീച്ചർ ഒരു ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാള്, കുട്ടികൾ താഴെ നിൽക്കുന്നത്, ആ ഒരു രീതിയിലല്ല മോണ്ടിസോറി എൻവയോൺമെന്റില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഡെവലപ്പ് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ 20ാമത്തെ ബാച്ചിലാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ മോണ്ടിസോറിയില് ഫസ്റ്റ് ബാച്ച് ഫെബ്രുവരി 2024 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് തുടങ്ങി 20ാമത്തെ ബാച്ച് വരെയും ഞാൻ ഉണ്ടായിരുന്നു ഫ്രം ദ ബിഗിനിങ്. അപ്പൊ ഓരോ ബാച്ച് കഴിയുമ്പോൾ ഞാൻ വളർന്നുകൊണ്ടിരിക്കുക, കാരണം എന്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരും ഓരോ ബുക്കുകളാണ്. അപ്പൊ നമ്മൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുക, ഒരു ട്രാൻസിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീവിയസ് ബാച്ചുകളിലെ റിഫ്ലക്ഷൻസ് ആയിരിക്കും പുതിയ പുതിയ ബാച്ചുകളിലേക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലും രണ്ടുപേരുടെയും, ടീച്ചറുടെയും കുട്ടിയുടെയും, ഈ ഫെസിലിറ്റേറ്ററുടെയും കുട്ടികളുടെയും ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു നിങ്ങൾ സൊസൈറ്റി ഓഫ് കൊഹീഷൻ, നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ മിസ് എടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു രീതിയിൽ ഫോം ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആയിട്ട് മാറും. അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണും അല്ലെ, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. ലവ്, പീസ്, പിന്നെ കോപ്പറേഷൻ, സഹകരണ മനോഭാവം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടുമില്ലാത്തൊരു സംഭവമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഏതൊരിടങ്ങളിലും പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു കോപ്പറേഷൻ എന്നുള്ളത് ഫോം ചെയ്യുന്നു. അതാണ്, അതുകൊണ്ടാണ് മ്യൂച്വൽ ഹെൽപ്പും റെസിപ്രോക്കൽ ഹെൽപ്പും അങ്ങനെ ഒരു റെസ്പെക്റ്റും മ്യൂച്വൽ റെസ്പെക്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ക്വാളിറ്റീസ്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകണമെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്നുള്ളത്. സാധാരണ ടീച്ചറും സാധാരണ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകണമെങ്കിൽ അതിന് സർട്ടൻ ക്വാളിറ്റീസ് വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോ നമ്മള് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞു, ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ നോർമലൈസ്ഡ് ഒന്നുമല്ല. സാധാരണ നമ്മൾ പറഞ്ഞ പോലെ അടങ്ങി ഒതുങ്ങിയിരുന്ന് ആക്ടിവിറ്റീസ് ചെയ്യണം എന്നൊന്നും ഇല്ല അവര്. പക്ഷെ അതിലേക്ക് അവർക്ക് ആ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ചിലപ്പോൾ മാസങ്ങൾ എടുത്തായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എൻവയോൺമെന്റിലേക്ക് ഒരു ടീച്ചർ വരുമ്പോൾ, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് വരുമ്പോൾ അവർക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം എന്നുള്ളതാണ്. അപ്പൊ ട്രഡീഷണൽ ടീച്ചറിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കുട്ടികളാണ്, ചിലപ്പോൾ വാശി കാണിക്കും, ചിലപ്പോൾ നമ്മളോട് അനിഷ്ടം കാണിക്കും. അതൊന്നും നമ്മള് മനസ്സിൽ വെച്ച്, ചിലപ്പോ ചില ടീച്ചർമാർക്ക്, സാധാരണഗതിയിലെ ടീച്ചർമാർക്ക് കുട്ടികളോട് ഒരു അനിഷ്ടമൊക്കെ തോന്നാറുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ കാണിക്കും. പക്ഷെ അത് ഉൾക്കൊണ്ട് ആ കുട്ടിയോട് പെരുമാറാനായിട്ട് പറ്റണം. അത് ഓൾമോസ്റ്റ് എല്ലാ ടീച്ചർമാരും ചെയ്യുമായിരിക്കും. അപൂർവം ചിലരായിരിക്കും ഇങ്ങനെ ആ ഒരു വ്യത്യാസം കുട്ടികളോട് കാണിക്കുന്നത്. പക്ഷെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും. കാരണം കുട്ടികളുടെ എബിലിറ്റീസ് അത് ഡെവലപ്പ് ചെയ്ത് അവരെ കേപ്പബിൾ ആക്കുക, അവരുടെ കപ്പാസിറ്റി കണ്ടുപിടിച്ച് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. അതിനൊരു ട്രസ്റ്റ്, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിയെ നമ്മൾ ട്രസ്റ്റ് ചെയ്തു. ഞാൻ പലപ്പോഴും നിങ്ങളോടും പറയുന്ന ഒരു കാര്യമാണ്,
എല്ലാരെയും ചോദിക്കും. കാരണം എനിക്കിത് എന്റെ മൊബൈലിലേക്ക് ഒരു 200-300 MB വീഡിയോസ് ചിലർ അയച്ചു തന്നിട്ടുണ്ട്. അവര് ചെയ്ത റെക്കോർഡ് ബുക്കിന്റെ ഓരോ പേജും ഇങ്ങനെ മറിച്ച് മറിച്ച് വീഡിയോ എടുത്തേക്ക്. ഞാൻ അങ്ങനെ അയക്കരുതേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത് ചെയ്തു എന്ന് ഞാൻ എന്റെ 5 റെക്കോർഡും കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സ്റ്റോറി റൈംസ് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രസ്റ്റ് ആണ്, ഒരു ട്രസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ. ഒരു ട്രസ്റ്റ് അവിടെ ഫോം ചെയ്യും. ആ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 ആ ഒരു ഫെസിലിറ്റേറ്ററും ആ ഒരു ട്രെയിനിങ് നമ്മളുടെ ട്രസ്റ്റ്, അത് മതി. ആ ഒരു വാക്കിൽ നിന്നാണ് നമ്മളവിടെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തത്. അല്ലാണ്ട് നിങ്ങൾ അതിന് വേണ്ടി പ്രൂഫിന് വേണ്ടിയിട്ട് ഇത് മുഴുവനും സ്കാൻ ചെയ്ത് അയക്കുക ഒന്നും ചെയ്യണ്ട. മനസ്സിലായേ? കാരണം ബിക്കോസ് ഈ എല്ലാ വാക്കും ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇറ്റ്സ് ഫോർ മൈ ഗ്രോത്ത് ആൻഡ് ഇത് ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് ചിന്തയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സിൻസിയർ ആയിട്ട് ആ വർക്കെല്ലാം ചെയ്യും. അപ്പൊ അത് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു യെസ് ആ കുട്ടി അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അങ്ങ് മാർക്ക് ഇടും. ഓക്കെ, ചിലര് പരാതി പോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു പേജ് പോലും മറിച്ച് നോക്കാതെ സൈൻ ചെയ്തു എന്നൊക്കെ. നമുക്ക് അങ്ങനെ ഇരുന്ന് നോക്കാൻ, അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും നമ്മൾ സ്ട്രിക്ട്ലി കളക്ട് ചെയ്ത് അങ്ങനെ നോക്കണം. ഇത് ദിസ് ഇസ് ഫോർ അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വാല്യൂ ഇടുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, കാരണം ചെയ്ത ഒരാൾക്കറിയാം ഞാൻ എവിടെ നിന്ന് എടുത്ത് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കംപ്ലീറ്റ് കോപ്പി ചെയ്തു എന്നുള്ളത് അവനവന് തന്നെ അറിയാം, അല്ലെങ്കിൽ ഞാൻ തന്നെത്താൻ എഴുതി എന്നുള്ളത് അവനവന് തന്നെ അറിയാം. അപ്പൊ അതിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം. ഓക്കെ ഫൈൻ. സോ അതാണ്. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ഈ ഒരു എൻവയോൺമെന്റിൽ ഫെസിലിറ്റേറ്ററും കുട്ടികളും തമ്മിലുണ്ടായിരിക്കും. ഇനി ഒബ്സർവേഷൻ തന്നെയാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്റെ ഫെസിലിറ്റേറ്റർ എപ്പോഴും ഒരു ഗ്രോയിങ് പേഴ്സൺ ആയിരിക്കണം. അതായത് എനിക്കെല്ലാം അറിയാം, ഇനി പ്രത്യേകിച്ച് എനിക്ക് പഠിക്കാനൊന്നും ഇല്ല എന്നുള്ളതല്ല, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ മാറ്റങ്ങൾ മോണ്ടിസോറി മെത്തേഡിൽ വന്നത്, മോണ്ടിസോറി സ്കൂളുകളിൽ പുതിയ രീതിയിൽ, ഇപ്പൊ മിക്ക മോണ്ടിസോറി സ്കൂളുകളിലും ട്രഡീഷണൽ മെത്തേഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ നാടാകുമ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ലെസൺ പ്ലാൻ ഇല്ല, ടീച്ചിങ് മാനുവൽ ആണുള്ളത്. പക്ഷെ പല മോണ്ടിസോറി സ്കൂളുകളിലും ലെസൺ പ്ലാൻ വേണമെന്ന് പറഞ്ഞതായിട്ട് സാധാരണ സ്കൂളുകളിൽ ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ്, പക്ഷേ മോണ്ടിസോറി സ്കൂളുകളിൽ ലെസൺ പ്ലാൻ ശരിക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്, ടീച്ചിങ് മാനുവലാണ്. പക്ഷെ ഇപ്പം ആ സ്കൂളുകളിലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു അലേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓരോ കുട്ടിയും ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് അലർട്ട്നെസ് വേണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവരൊരു ഗുഡ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു റിയൽ പ്രിപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ സ്റ്റഡി ഓഫ് വൺ സെൽഫ്. ഞാൻ എക്സാമിന് പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം എഡ്യൂക്കേഷൻ അതെന്ന് പറയുന്നത് റിയൽ പ്രിപ്പറേഷൻ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറെ സബ്ജക്റ്റുകൾ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല. നമ്മളെ തിരിച്ചറിയുന്നത് തന്നെയാണ് സ്റ്റഡി ഓഫ് വൺ സെൽഫ്. നമ്മളുടെ കേപ്പബിലിറ്റീസ്. ഒരു പക്ഷേ ഈ ഒരു എൻവയോൺമെന്റിൽ വന്നപ്പോൾ നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾ പൊടി തട്ടി എടുത്തിട്ടുണ്ടാവും. വരയ്ക്കുന്നത്, എഴുതുന്നത്, കഥകൾ എഴുതുന്നത്, ക്രിയേറ്റീവായിട്ട് പല സാധനങ്ങൾ ഉണ്ടാക്കുന്നതില്ല. അപ്പൊ നമ്മളെ തിരിച്ചറിയാവുന്നതാണ് ശരിക്കും റിയൽ പ്രിപ്പറേഷൻ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറിയാം മോണ്ടിസോറി ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിൽ പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫെസിലിറ്റേറ്റേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക. കാരണം ലോകം മുഴുവനിലും ഈ ഒരു മെത്തേഡ് പോകണമെങ്കിൽ എല്ലായിടങ്ങളിലും ഈ മോണ്ടിസോറി ട്രെയിനേഴ്സ് വേണം എന്നുള്ള രീതി. മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടുള്ളത് ഒരു ഗുഡ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് അവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് കാര്യങ്ങൾ കാണാനും എപ്പോഴും കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം. ആ ഒരു രീതിയിൽ വേണം ഒരു ശരിക്കും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു അഡൾട്ടും ഒരു കുട്ടിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഈവൻ ദോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു അഡൾട്ടാണ്, പക്ഷെ സാധാരണഗതിയിൽ ഒരു അഡൾട്ട് പലപ്പോഴും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈവൻ ദോ ഒരു അഡൾട്ട് ആണെങ്കിൽ കൂടിയും സാധാരണ ഒരു അഡൾട്ട് പെരുമാറുന്ന പോലെ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആ രീതിയിൽ തന്നെ കുട്ടിയെ കാണരുത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്.
അഡൽട്ട് പലപ്പോഴും നമ്മൾ അഡൽട്ടും കുട്ടികളും തമ്മിലുള്ള പല ഡിഫറൻസും നമ്മൾ പറഞ്ഞു. ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അഡൽട്ടിന് എപ്പോഴും എൻഡ് റിസൾട്ടിനോടായിരിക്കും താല്പര്യം, പക്ഷെ കുട്ടി ആ പ്രോസസ് വല്ലാതെ എൻജോയ് ചെയ്തിട്ടാണ് അക്കംപ്ലിഷ്മെന്റിലേക്ക് എത്തുമ്പോൾ വളരെയധികം ഹാപ്പി ആവുന്നു. അഡൽട്ടിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ടാസ്ക് അതേ ഉള്ളൂ. പക്ഷെ കുട്ടിക്ക് അതൊരു പല പുതിയ അറിവുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നതാണ് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അഡൾട്ട് ചിന്തിക്കുന്ന പോലെ, സാധാരണ അഡൾട്ട് ചിന്തിക്കുന്ന പോലെ തന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചിന്തിക്കരുത്. കുട്ടികളെ മനസ്സിലാക്കി വേണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കുട്ടികളെ ഡീൽ ചെയ്യാൻ. ഡോക്ടർ മോണ്ടിസോറി ഓൾസോ ഫെൽറ്റ് ആണ്. ഫെൽറ്റ് നിന്ന് കറക്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അഡൾട്ടിന്റെയും കുട്ടികളുടെയും ആക്ടിവിറ്റീസിനെ കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അഡൾട്ടിന് എപ്പോഴും നമുക്കറിയാം ഒരു മുൻവിധികളൊക്കെ ഉണ്ടായിരിക്കില്ലേ, പല അതിനെക്കുറിച്ച് ഒരു മുൻവിധികൾ ഉണ്ടായിരിക്കും. അതേ രീതിയിൽ ഒരു ഫെസിലിറ്റേറ്റർ കുട്ടികളോട് പെരുമാറരുത്. പിന്നെ അഡൾട്ട് പലപ്പോഴും ഡോമിനന്റ് ആയിട്ട് നിൽക്കും. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആ രീതിയിലാവരുത്. പിന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു അഡൾട്ട് ആണെങ്കിലും അവര് പാസീവായിട്ട് വേണം നിൽക്കാൻ. ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ കുട്ടികൾ തന്നെയായിരിക്കണം. എന്നാൽ മാത്രമാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് മുന്നോട്ട് പോവുകയുള്ളൂ. ശരിക്കും ഒരു സെക്കൻഡറി പേഴ്സൺ, പ്രയോറിറ്റി കുട്ടികൾക്കാണ് എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആക്ട് ചെയ്യേണ്ടത്. മീൻസ് ആളുടെ പെരുമാറ്റം ആ ഒരു രീതിയിലായിരിക്കും. അപ്പൊ സെക്കൻഡ് പ്ലേസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. കുട്ടിയാണ് മുന്നിൽ നിന്നും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അല്ലാതെ കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ ചെയ്താൽ ശരിയാവില്ല, നീ സമയം കുറെ എടുക്കണു, ഞാൻ ചെയ്യാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇടപെടുന്ന ഒരാളാകരുത് അഡൾട്ട്. അപ്പൊ അത് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ചിലപ്പോ അത്രയും പേഷ്യൻസ് ചില സമയത്ത് വന്നിരിക്കില്ല. കാരണം ഒരു ചെറിയൊരു കാര്യം, ഷൂ ലേസ് കെട്ടുന്നത്, ഇങ്ങനെ സമയം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് നമ്മൾ പേഷ്യൻസ് കാണിക്കണം എന്നാണ് പറയുന്നത്. ആ കുട്ടി അവൻ തന്നെ ചെയ്തോളാം, ഐ വിൽ ഡു എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവൻ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അവൻ സമയം കൂടുതൽ എടുത്തിട്ടുണ്ടാകും. അപ്പൊ ഡെഫിനറ്റ്ലി പലതവണ ചെയ്ത് കഴിയുമ്പോൾ അവന്റെ ശരിയായ സ്പീഡിലേക്ക് എത്തുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മള് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുവാണ് ഈ ഓരോ സ്റ്റേജിലും. ഓരോ പ്രായത്തിലും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. വലുതാകുമ്പോഴല്ല വരുന്നതൊന്നല്ല പേഴ്സണാലിറ്റി. ചെറുപ്പം തുടങ്ങിയ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം, പിന്നെ സ്കൂള്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടി ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യും അല്ലെ. അതേസമയം നമ്മൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാലോ അവർക്ക് വളരെ ഒരു ഗിൽട്ട് ഫീൽ ആയിരിക്കും, ഒരു ഷെയിം ആയിരിക്കും. ചിലപ്പോൾ ആരുടെങ്കിലും മുന്നിൽ വെച്ചാണ് പറയുന്നതെങ്കിൽ ഭയങ്കര ഒരു ഷെയിം ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്പേസ് കൊടുക്കുമ്പോൾ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ശരിക്കും നമ്മളെ ഫോളോ ചെയ്യാനും തുടങ്ങും. അതെല്ലാം നമ്മൾ ആ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞു. അവർക്ക് ഫ്രീഡം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആകുന്നതും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി അവരുടേതായ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് പലതവണ റിപ്പീറ്റ് ചെയ്ത് അവരതിനകത്ത് പെർഫെക്റ്റ് ആകുന്നതും അവരുടെ സെൽഫ് ഡിസിപ്ലിനും നമ്മളെ ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ആ ഒരു റെസ്പെക്റ്റ് ആണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തു. മെറ്റീരിയൽസും സ്പേസും ടൈമും പ്രൊവൈഡ് ചെയ്തു. സോ ഡെഫിനറ്റ്ലി അവര് നമ്മളെ ഒബേ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ വരേണ്ട ക്വാളിറ്റി ദാറ്റ് ഈസ് ഒബ്സർവേഷൻ തന്നെയാണ്. ഒരു കുട്ടിയെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് കോൺസെൻട്രേഷൻ ആവശ്യമാണ്. ഞാൻ തന്നെ ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങളോട് ആരുടെങ്കിലും റീഡ് ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചത്. കാരണം ടോപ്പിക് സിമ്പിൾ ആണ്, പിന്നെ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു യുവർ ജോബ് ഓൾസോ. നിങ്ങളുടെ ജോലി ഞാൻ എങ്ങനെ ആകണം എന്നുള്ളത് നമ്മൾ വായിച്ചു നോക്കുക, നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ചോദിച്ചു കേട്ടോ. ഒരു കുട്ടിയുടെ കപ്പാസിറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് ശരിക്കും ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. അവരുടെ ഫണ്ടമെന്റൽ ആ ഒരു നമ്മൾ ഫൗണ്ടേഷൻ, വീടിനൊക്കെ ഫൗണ്ടേഷൻ ഇടില്ലേ, ആ ഒരു ഏജ് ആണ് ഈ എൻവയോൺമെന്റിൽ വരുന്ന ഒരു ഏജ്. അപ്പൊ എന്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അപ്പൊ അവിടെ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ അപ്പോഴും ചൈൽഡ് ഡെവലപ്മെന്റിൽ പല സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷനിൽ നമ്മൾ പറഞ്ഞു ചെറിയ പ്രായത്തിൽ, അതായത് ബർത്ത് തുടങ്ങിയിട്ട് ഉള്ള സമയത്തിൽ പോലും ആ ഒരു വ്യത്യാസം, ശരിയായ രീതിയിൽ കുട്ടിക്ക് കെയറും ഭക്ഷണവും കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറയും. ഓരോ പ്രായവും നെക്സ്റ്റ് പ്രായത്തിലേക്കുള്ള സ്റ്റെപ്സ് തന്നെയാണ്.
അപ്പൊ നെക്സ്റ്റ് പീരീഡ് എത്തുമ്പോഴേക്കും പ്രീവിയസ് പീരീഡിൽ ഉണ്ടായ കുറവുകൾ നെക്സ്റ്റ് പീരീഡിനെ ബാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്തോറും ബാധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്, ചെറുപ്പം തുടങ്ങിയ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരിക. അല്ലാതെ വലുതാകുമ്പോൾ ഇതെല്ലാം കൂടെ മോൾഡ് ചെയ്ത് ശരിയാക്കാൻ കുറെ മോട്ടിവേഷൻ ക്ലാസ്സിനും അങ്ങനത്തെ ക്ലാസ്സുകൾക്കൊക്കെ വിട്ട് കുട്ടിയെ ശരിയാക്കാം എന്നുള്ളതല്ല. അതെല്ലാം ശരിക്കും കിട്ടുന്ന ഒരു ആഡഡ് ആയിട്ടുള്ള ചില പോസിറ്റീവ്സ് തന്നെയാണ്. പക്ഷേ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ പ്രായമാകുമ്പോഴും കുട്ടികളിൽ ആ ഒരു, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അഡിക്ഷൻസ് പലതുണ്ട്. അങ്ങനെ കൂടുതലും ഗാഡ്ജറ്റ് അഡിക്ഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് സമയമില്ല ഒരാളുടെ ക്ലാസ് സെഷൻ കേട്ടിരിക്കാൻ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ സെഷൻ എടുക്കാൻ പോകുമ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി പിടിക്കുക, മെത്തേഡ് മാറ്റി പിടിക്കുക. ഞങ്ങളൊന്നുമല്ല യു പീപ്പിൾ ആർ ദ പ്രയോറിറ്റി വൺ എന്നുള്ള രീതിയിലാണ് അവരെ റെസ്പെക്ട് ചെയ്ത് ഭയങ്കര പൊസിഷൻ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ മാത്രമേ അവർ ശ്രദ്ധിക്കുള്ളൂ. പണ്ടത്തെ പോലെ നമ്മളെ പോലെ മിണ്ടാതിരുന്ന് പറയുന്നതെല്ലാം അങ്ങനെ വിഴുങ്ങി കുലുക്കുന്ന ജനറേഷനൊക്കെ കഴിഞ്ഞു. ജനറേഷൻ സി ആണ് ഇപ്പോ. അവർക്ക് പ്രൂഫ് വേണം, അവർക്ക് എല്ലാത്തിനും പ്രൂഫ് വേണം, എന്നാൽ മാത്രമാണ് അവരത് വിശ്വസിക്കുള്ളൂ. അപ്പൊ അങ്ങനെ തലമുറ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുവാണ് അല്ലെ. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകാം നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ, പ്രായമായവര് പറയുന്നത് കേൾക്കണം, ടീച്ചർ പറയണ കേൾക്കണം, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെയുള്ള ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളോടും നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ വിചാരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. അവരപ്പ ചോദിക്കും. വൈകിട്ട് വെള്ളം അടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കുന്ന അച്ഛനെ ഞങ്ങൾ എങ്ങനെ ദൈവമായിട്ട് കാണും, വളരെയധികം ക്രൂവലായിട്ട് പെരുമാറുന്ന ടീച്ചറെ ഞങ്ങൾ എങ്ങനെ ദൈവമായിട്ട് കാണും. അങ്ങനെ തിരിച്ച് ചോദിക്കുന്ന, നമ്മളോട് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തിനും പ്രൂഫാണ് വേണ്ടത്. അതുകൊണ്ട് പഴയ രീതിയിലുള്ള മാതാപിതാ ഗുരു ദൈവമെന്നോ ഇതിനേക്കാളും 10 ഓണം കൂടുതലുണ്ടോ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും അവരുടെ മുന്നിൽ വരില്ല. അതൊന്നും നമ്മുടെ ക്വാളിറ്റി ആയിട്ടൊന്നും അവർ എടുക്കില്ല. അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് നല്ലൊരു പൊസിഷൻ കൊടുത്ത് ദേ ആർ ദ റിയൽ പേഴ്സൺസ്, അവരാണ് ഡൊമിനന്റ് ആയിട്ടുള്ള ആൾക്കാര്. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വാല്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ വന്നവരാണ് നമ്മൾ എന്നുള്ള രീതിയിൽ വേണം. ആ രീതിയിലാണ് ഞങ്ങളിപ്പോ ക്ലാസ്സസ് ഒക്കെ മാറ്റി, ഞങ്ങളുടെ സ്റ്റൈല് മാറ്റി. പണ്ടത്തെ ഒരു സ്റ്റൈലിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് ഓൾമോസ്റ്റ് ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇന്ററാക്റ്റീവ് സെഷൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കൂടുതൽ പ്രയോറിറ്റി അവർക്കാണ്. അവർക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യണം, ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് പ്ലേ ചെയ്തു കൊടുക്കും. അവര് ഡാൻസ് ചെയ്യും ആ ഒരു രീതിയിൽ. പിന്നെ റെസ്പെക്ട്, ഒരിക്കലും അവര് റെസ്പെക്ട്, പ്രായമായ ആളാണ് ടീച്ചറാണെന്ന് കരുതി അവര് റെസ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾക്ക് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. ഒരു സ്കൂളിലുണ്ടായ ഒരു അനുഭവമായിരുന്നു. സ്കൂളില് എപ്പോഴും ക്ലാസ് അവേഴ്സുമായിട്ട് കുട്ടികൾ ഭയങ്കര പാക്ടായിരിക്കും. ഇതുപോലുള്ള സെഷൻ എടുക്കാനായിട്ട് ചെന്നപ്പോ കുട്ടികള് പറഞ്ഞു ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു നമ്മളെപ്പോഴും ക്ലാസ് എടുക്കാനായിട്ടല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഡാൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു, പ്രിൻസിപ്പളിന്റെ അടുത്ത് ചെന്ന് കുട്ടികൾ ഇങ്ങനെ ഒരു കൺസേൺ പറയുന്നുണ്ടെന്ന് പറഞ്ഞത്, പ്രിൻസിപ്പൾ അതിനെന്താ അവർ ഡാൻസ് ചെയ്യട്ടെ, നല്ല പാട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു നിങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിട്ടിട്ട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഡാൻസ് ചെയ്തോളൂ എന്ന് പറയാൻ പറഞ്ഞു. പിള്ളേർക്ക് സന്തോഷമായി, പാട്ടിട്ട് കൊടുത്തു, പിള്ളേര് ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഈ സെഷൻ തുടങ്ങാറായപ്പോ ഇവരുടെ പ്രിൻസിപ്പൾ നടന്നു വരുവാണ്. ജസ്റ്റ് സെഷൻ എടുക്കാൻ വന്ന ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നടന്നു വരുവാണേ. പിള്ളേരെല്ലാരും ആരും പറഞ്ഞില്ല, എണീറ്റ് നിന്ന് കൈയടിച്ചിട്ടാണ് ആ മാമിനെ വെൽക്കം ചെയ്തത്. കാരണം ആ മാം കുട്ടികളുടെ കൺസേണിനെ റെസ്പെക്ട് ചെയ്തു. അവർ ഡാൻസ് ചെയ്തോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പാട്ടിടൂ എന്ന് പറഞ്ഞു. അതിന് ആ മാമിന് അവർ തിരിച്ചു കൊടുത്ത റെസ്പെക്ട് ആയിരുന്നു. മറ്റേത് നമ്മളെങ്ങനെയാ പ്രീ പ്ലാൻ ചെയ്ത് കുട്ടികളൊക്കെ ഇരുത്തും, ഇന്നാള് വരുമ്പോ നിങ്ങൾ കൈയടിച്ച് എണീറ്റ് നിന്ന് കൈയടിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു പണ്ടൊക്കെ അല്ലെ. പക്ഷെ ഇപ്പൊ കണ്ടോ, അവരോടൊന്നും പറയേണ്ട വന്നില്ല. അവര് കൊടുത്തു, അവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അഡൾട്ട് മീൻസ് ഫെസിലിറ്റേറ്റർ ആണെങ്കിൽ സെക്കൻഡ് ഫേസ് തന്നെയാണ് കുട്ടികളുടെ കപ്പാസിറ്റി അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നല്ലപോലെ മനസ്സിലാകുന്ന ടോപ്പിക്സ് തന്നെയാണ്. അത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു ആ ഒരു ക്വാളിറ്റി എന്നുള്ളത്. പിന്നെ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന വളരെ ആ ഏജ് കുറവുള്ള കുട്ടികളല്ലേ, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഒരു കുട്ടി വലിയ പ്രശ്നക്കാരായിട്ടൊന്നും ജനിക്കുന്നൊന്നുമില്ല അല്ലെ. പല പല എൻവയോൺമെന്റിലൂടെ പോകുമ്പോഴാണ് അവരിൽ മാറ്റങ്ങൾ വരുന്നത്.
അപ്പൊ ഇങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റണം കുട്ടികളെ. നമ്മളെപ്പോഴും പാസീവ് ആയിരിക്കണം, കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ഒബ്സർവേഷൻ, അത് വളരെ വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. എന്തിനേക്കാളും നമുക്ക് അക്കാദമിക് ബ്രില്യൻസ്, ലീഡർഷിപ്പ്, അതിനെല്ലാത്തിനേക്കാളൊക്കെ ഉപരി സബ്ജക്ട് നോളജിനേക്കാളൊക്കെ നമുക്ക് വേണ്ടത് ഒബ്സർവേഷൻ തന്നെയാണ്. പലപ്പോഴും എക്സാമിന് ഞാൻ ചോദിക്കാറുണ്ട്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി ഏതാണ്? നിങ്ങൾ ഇതിൽ നിന്ന് വായിച്ചു പോകുമ്പോൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവേഷൻ എന്നുള്ള കാര്യം. കാരണം നമുക്ക് സബ്ജക്റ്റിലെ നോളജ് വേണം അതൊക്കെ വേണം, പക്ഷെ ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. ത്രൂ ഒബ്സർവേഷൻ മാത്രമാണ് നമുക്ക് കുട്ടികളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാനൊരു ഒബ്സർവർ ആണ്. നമുക്ക് പലപ്പോഴും തുടക്കത്തിലൊക്കെ ഇന്റർവെൻഷൻ ചെയ്യാനായിട്ട് തോന്നും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികളെ ആസ് എ ടീച്ചർ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരുന്നത് അതായിരിക്കും, കുട്ടികളെ വേഗം പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ അതല്ല, നമ്മൾ ക്ഷമയോടെ നിൽക്കണം. ആ കുട്ടിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഹേർട്ട് പ്യൂരിഫൈഡ് ആകണം. നമ്മുടെ ഉള്ളിൽ പല കൺഫ്യൂഷൻസും കോൺഫ്ലിക്ട്സും ഉണ്ടാകും, ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകും, ചിലപ്പോൾ വീട്ടിലെ കുറെ പ്രശ്നങ്ങൾ തലയിൽ വെച്ചിട്ടായിരിക്കും വരിക. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഹേർട്ട് പ്യൂരിഫൈ ചെയ്യണം, പ്യുവർ സോൾസ് ആയിട്ട് മാറണം നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ്. കാരണം അതിലും പ്യുവർ സോൾസ് ആണ് നമ്മുടെ മുന്നിലിരിക്കണം. അപ്പൊ നമ്മളുടെ സോൾസ് പ്യുവർ ആയാൽ മാത്രമാണ് നമ്മൾക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റൂ. ഇംപാർഷ്യൽ ആയിരിക്കണം. പാർഷ്യാലിറ്റി എന്നുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കാനേ പാടില്ല. അൺബയസ്ഡ് ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇങ്ങനെ നമ്മളാകുമ്പോൾ അതാ മോണ്ടിസോറി എൻവിയോൺമെന്റിൽ മാത്രമല്ല നമ്മൾ അങ്ങനെ ആവുക, നമ്മൾ എൻറ്റയർ നമ്മളുടെ പേഴ്സണൽ ലൈഫിലും നമ്മളായി മാറും. പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല, നമ്മളുടെ എന്തൊക്കെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ പിന്നെ അങ്ങനെ ആവുള്ളൂ. മറ്റേത് നമുക്കൊരാളെ കാണുമ്പോൾ അയാളുടെ രീതികൾ കാണുമ്പോൾ ചുമ്മാ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടാകാം, നമുക്ക് ആരോടെങ്കിലും നമുക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ നമ്മൾ വല്ലാണ്ട് റിയാക്ട് ചെയ്യും, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം നമ്മുടെ ലൈഫിൽ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അല്ലെ? പക്ഷെ വൺസ് നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആ ഡിഫറൻസ് നമ്മുടെ ഫേസിൽ വരും. ഈവൻ നമ്മുടെ സ്മൈലൊക്കെ തന്നെ മാറും. ആ ഒരു പ്യൂരിറ്റി നമ്മുടെ ആക്ഷൻസിലും നമ്മുടെ എക്സ്പ്രഷനിലും എല്ലാം വരും. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ്, പലപ്പോഴും നമ്മൾ പറഞ്ഞു അല്ലെ, കുട്ടികൾ വരുമ്പോ ഇവര് ആദ്യം തന്നെ മോണ്ടിസോറിയിലെ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യണമെന്നില്ല. ആദ്യമായിട്ടൊരു കുട്ടി മോണ്ടിസോറി സ്കൂളിലേക്ക് വരും, അല്ലെങ്കിൽ വേണ്ട, സാധാരണ ഒരു സ്കൂളിൽ വരുമ്പോഴും LKG അഡ്മിഷൻ എടുത്ത് വരുന്ന കുട്ടികൾ തന്നെ ചിലപ്പോ അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം, ലേസി എപ്പോഴും ഉറക്കം തോന്നിയിരിക്കുന്ന കുട്ടികളുണ്ടാവാം. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ നമ്മൾ കണ്ടു അല്ലെ, ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന, ഹോൾ ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുട്ടികളുണ്ടാകാം. അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളുണ്ടായിരിക്കാം. എന്റെ മോള് ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു, ഫുൾ ടൈം സംസാരമായിരുന്നു, ടീച്ചർ നിലത്തൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അവളെ. അപ്പൊ അങ്ങനെ, കാരണം അവൾക്ക് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് അവൾക്ക് അന്നും ഇന്നുമുള്ള ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പൊ അന്ന് ഇവിടെ പനി പിടിച്ചിട്ട് വയ്യാതെ വന്ന ഒരു സമയത്ത്, സ്കൂളിൽ വെച്ച് പനി പിടിച്ച് വയ്യാണ്ടായ സമയത്ത് പോലും സംസാരം നിർത്തിയില്ലെന്നായിരുന്നു മിസ്സിനോട് പറഞ്ഞത്. അപ്പൊ അതങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിലത്തിരുത്തിയിട്ട് തിരിഞ്ഞിരുന്ന് സംസാരിച്ചു കുട്ടികൾ. അപ്പൊ അങ്ങനെ ഒരു ഡീവിയേറ്റഡ് ആയിട്ടുള്ള പല കുട്ടികളും നമുക്ക് കാണാം ക്ലാസ് റൂമില്. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്ത് അവരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്ന എന്നുള്ളതാണ് നമ്മൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സാധാരണ ഒരു ടീച്ചറെ പോലെ അവരുമായിട്ടൊരു കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യണം, ഒരു ഡെവലപ്പിംഗ് കോണ്ടാക്ട്. ആ ഒരു രീതിയുണ്ട്. അതായത് അവരെ ചിലപ്പോ ഇനീഷ്യലി ഇവരുടെ മുന്നിൽ കൊണ്ടുപോയി മോണ്ടിസോറി മെറ്റീരിയൽ കൊണ്ടുവച്ച് ഡെമോ കൊടുത്താലൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. ആ സ്ലം ഏരിയ, സാൻ ലൊറൻസോയിലെ സ്ലം ഏരിയ എന്നുള്ള കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ അവരാദ്യം ഒന്നും അടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ സാധാരണ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിലെ പോലെ കഥ പറഞ്ഞു, പാട്ടുപാടി, ഡാൻസ് കളിച്ചു, ചെറിയ റോൾ പ്ലേ ഒക്കെ ചെയ്ത് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. എന്നിട്ടാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കോണ്ടാക്ട്, ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ പറയില്ലേ. നമ്മളൊക്കെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഐസ് ബ്രേക്കിംഗ് സെഷനൊക്കെ വയ്ക്കും, കുട്ടികളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ. ഈ ഡാൻസ്, പാട്ടൊക്കെ അതിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. ഓക്കെ,
സോ നമുക്കത് ഒരു എൻവയോൺമെന്റിലെ ഡിസോർഡർ ആക്ഷൻസ് വരുന്ന ഒരു കുട്ടിയിൽ വരുന്നത് നമുക്ക് നോട്ട് ചെയ്യാം. നമ്മൾ എങ്ങനെ ഈ ഒബ്സർവേഷൻ ചെയ്യും, ഇതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കുട്ടികളെല്ലാം പല രീതിയിൽ പെരുമാറുന്നതായിരിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എല്ലാവരും പറയും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന പിള്ളേരുടെ മിസ് ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഡേ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരുമായിട്ടൊരു റാപ്പോ നാച്ചുറലി ഇവർ ബിൽഡ് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര, രാവിലെ ടെൻഷൻ പിടിച്ച് വിളിച്ച പലരും വൈകിട്ടാകുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പറഞ്ഞിട്ട് പറയും. ഓക്കെ, അപ്പൊ ഞാൻ എന്നോട് അഡ്വൈസ് ഒക്കെ ചോദിച്ചു ആരൊക്കെയോ. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണ്, മിസ് എനിക്ക് അഡ്വൈസ് തരാമോ എന്ന് ഞാൻ പറഞ്ഞു. ബി റിയൽ, നിങ്ങൾ എന്താണോ അതുപോലെ തന്നെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അത്. അപ്പൊ അങ്ങനെ അല്ലാതെ ഈ ഒരു സ്കൂളിൽ ചെന്ന് ഇങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണോ നമ്മളാവുക എന്നുള്ളത്, ആ കുട്ടികൾക്കനുസരിച്ച് നമ്മൾ മാറുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവരുടെ പല ഡീവിയേഷൻസും ഇവരുടെ ഒരു ഡിസോർഡറും കാര്യങ്ങളെല്ലാം അത് മനസ്സിലാക്കി നമ്മൾ ഒബ്സർവ് ചെയ്യണം. മനസ്സിലാക്കി അവരെ അതിൽ നിന്നും മാറ്റാനുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഉള്ളിൽ വരും. എന്ത് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവരതാണ്. പിന്നെ ഒബീഡിയൻസ് ഉള്ള കാര്യങ്ങൾ. ഒബീഡിയൻസ് പല കുട്ടികളിലും പല രീതിയിലായിരിക്കും. ചില ഭയങ്കര വൈൽഡ് ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും പലരും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിനനുസരിച്ചായിരിക്കും ഇവർ ഒബീഡിയന്റ് ആകുന്നത്. അത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല കേട്ടോ, വലിയ കുട്ടികളിലും ആ ഒരു ഇത് കണ്ടിട്ടുണ്ട്. നമ്മളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിയുമ്പോ ആ മിസ് പറഞ്ഞതല്ലേ നമുക്ക് കേൾക്കാം. ചിലപ്പോ നല്ല വില്ലന്മാരൊക്കെ ഇരിക്കും, അവരങ്ങനെ പറയും. അതൊക്കെ എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ മിക്ക പോളിടെക്നിക്കുകളിലും എനിക്ക് എന്റെ ക്ലാസ്സിൽ പെൺകുട്ടികൾ ഉണ്ടാവില്ല, ഫുൾ ആൺപിള്ളേരായിരിക്കും. നല്ല എന്നെക്കാളും സൈസുള്ള പിള്ളേരൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ആനുവൽ അവരുടെ ആർട്സ് ഫെസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും അടി ഉറപ്പാണ്. ഈ പിള്ളേർ അടി ഉണ്ടാക്കുന്നു പറഞ്ഞ ടീച്ചർമാർ ഓൾറെഡി തന്നെ എന്നോട് പറയും, ടീച്ചർ നോക്കിക്കോ ടീച്ചറിന്റെ പിള്ളേർ കഴിഞ്ഞ വർഷം ഭയങ്കര, പുതിയതായിട്ട് ആ വർഷമായിരിക്കും ഞാൻ ചെന്നത്, ഭയങ്കര അടിയായിരുന്നു. അവർ സെക്കൻഡ് ഇയർ ആകുമ്പോഴായിരിക്കും ഞാൻ ചെല്ലുന്നത്. ഇപ്രാവശ്യം അവന്മാര് കൊളമാക്കും, കംപ്ലീറ്റ് പ്രോഗ്രാമും നാശാവും എന്നൊക്കെ പറഞ്ഞ് ഒരു മുൻവിധിയോടുകൂടി ആദ്യമേ തന്നെ പറയും. അപ്പൊ ഞാൻ ഇത് മനസ്സിൽ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അവരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇവരെന്തെങ്കിലും ഒരു ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ അവരുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ വെറുതെ അവരെ നോക്കി ഒന്ന് ചിരിക്കുകയുള്ളൂ. അപ്പോഴേക്കും അവരെല്ലാവരും സീറ്റിലേക്ക് എത്തിയിരിക്കും. അത് സ്നേഹം കൊണ്ട് അവർ ചെയ്തതാണ് കേട്ടോ, അല്ലാതെ പേടിപ്പിച്ചോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിന് പ്രിൻസിപ്പളിന് ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ റിയൽ ആയാൽ മതി. നമ്മള് കുട്ടികളുടെ കാല് പിടിക്കാനോ അവരെ വഴക്ക് പറയാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ബി ദ റിയൽ. അവരെ മനസ്സിലാക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് സ്ഥാനം കൊടുക്കുക. അത് ചെറിയ കുട്ടികളാണെങ്കിലും ശരി, വലിയ കുട്ടികളാണെങ്കിലും ശരി. യെസ്, ചില കുട്ടികളെ പെട്ടെന്ന് തന്നെ അക്യൂസൻസ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് അതിൽ കാണാം. അക്സെപ്റ്റ് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ്. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രൊട്ടസ്റ്റും ഒരു അതും കാണിക്കാതെ അവർ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളുന്ന കാണാം അല്ലെ. ചിലപ്പോൾ നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കാം സംടൈംസ്, അല്ലെങ്കിൽ ശരിയാണെന്നുള്ള ഫീൽ കൊണ്ടായിരിക്കും. ആ ഡിപ്പെൻഡിങ് ഏജിനനുസരിച്ച് അവരുടെ ആക്സെപ്റ്റൻസ് നമുക്ക് മനസ്സിലാവും. ചിലര് ഭയങ്കര വാശി കാണിക്കും, നിലത്ത് കടന്നുരുടും, എന്നിട്ടൊക്കെ ആയിരിക്കും സമ്മതിക്കുന്നത്. കുറെ അടി കൊണ്ടിട്ടുണ്ടാവും അമ്മയുടെ അടുത്ത്. പക്ഷെ അങ്ങനെയല്ലാതെ കുട്ടികൾ ഇത് ആക്സെപ്റ്റ് ചെയ്യും വിത്തൗട്ട് എനി പ്രൊട്ടസ്റ്റ്. ആ രീതിയിൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ രീതി മനസ്സിലാക്കി നമ്മൾ അവരോട് പെരുമാറുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇവരിൽ ഒബീഡിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. മീൻസ് അവർക്ക് വേണ്ടുന്ന ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനെയാണ് അവർ ഒബേ ചെയ്യുന്നത്. ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് റോൾസ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് ഓൾറെഡി ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വരുന്ന കുട്ടികൾക്കനുസരിച്ച് ആ എൻവയോൺമെന്റിൽ നമ്മൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തും. കുട്ടി വളരെ ഹൈറ്റ് കുറവാണ്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചെയറിൽ അവന് ഇരിക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ എന്താ, അവന്റെ സൈസിനനുസരിച്ച് ഒരു ചെയർ നമ്മൾ അവിടെ റെഡിയാക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ ഒരു പ്രിപ്പയറർ ആണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെയും ആ ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റി പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒരു എക്സംപ്ലർ ആണ്
ഒരു ഗുഡ് എക്സാമ്പിൾ. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ ചില ടീച്ചർമാർ നമ്മളുടെ മനസ്സിൽ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടല്ലേ. ചിലപ്പോൾ ട്യൂഷൻ ടീച്ചറാകാം, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലെ ടീച്ചറാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹയർ ക്ലാസ്സിലെ ടീച്ചറാകാം. ഒരു ഞാൻ ടീച്ചർ ആകുവാണെങ്കിൽ ഇതുപോലൊരു ടീച്ചർ ആകണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെ ഒരു ടീച്ചർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റും തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന 3 ടീച്ചർമാരെ പറ്റി എഴുതാം. ഒരു എക്സാംപ്ലർ ആയിരിക്കണം, നല്ലൊരു എക്സാമ്പിൾ. കുട്ടികളെ എൻകറേജ് ചെയ്യണം, അവരുടെ ഓൺ ഡെവലപ്മെന്റ് എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ളത്. വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലാതെ എപ്പോഴും സ്റ്റബേണായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് ആ രീതിയിലുള്ള ഒരാളായിരിക്കില്ല. വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ചിരിച്ച് കളിക്കേണ്ട സമയമാണെങ്കിൽ അവരുമായിട്ട് ചിരിച്ച് കളിക്കുക. അതേസമയം ഒരു ബാഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്റർവ്യൂൻ ചെയ്ത് അത് അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യുന്ന ആ രീതിയിൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ വാംത്ത്, ലവ്, ഒരു സെക്യൂരിറ്റി. കുട്ടികൾ വളരെ സെക്യൂർ ആയിരിക്കണം അവരുടെ അടുത്ത്. പിന്നെ ഫിസിക്കലി അല്യൂറിങ്, അതായത് കുട്ടികൾക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിരിക്കണം. എന്ന് കരുതി ഭയങ്കര മേക്കപ്പ് ഇട്ട് വരിക എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമ്മള് വളരെ സിമ്പിളായി വരുന്ന ടീച്ചേഴ്സിനെ നമ്മൾ ഭയങ്കര അടുക്കുന്ന എന്തുകൊണ്ടാ, അവരുടെ ആ ഒരു പ്ലീസിങ് നേച്ചർ, അതായിരിക്കും അവരുടെ ഒരു അട്രാക്ഷൻ അല്ലെ. അല്ലാതെ ഹൈലി അട്രാക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി അവർ കുറെ മേക്കപ്പ് യൂസ് ചെയ്ത് അങ്ങനെ വരുന്നൊന്നും കൊണ്ടല്ല പറയുന്നത്. ഓക്കെ, നല്ല ഷാബി ആയിട്ട് വരരുത്, നല്ല ടൈഡി ആൻഡ് ക്ലീൻ ഡ്രസ്സിങ് എല്ലാം അതുപോലെ ആ ഒരു രീതിയിൽ ഡിഗ്നിഫൈഡ് അപ്പിയറൻസ്, അത് തന്നെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. നമ്മൾ ചില ഡിഷസ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാരെ പറയില്ലേ ലുക്സ് മാറ്റേഴ്സ്, പിന്നെയാണ് ടേസ്റ്റ് എന്ന് വെച്ചിട്ട് പറയും. അതുപോലെ നമ്മളെ കാണുമ്പോൾ ആ ഒരു നമ്മളെ ഫോക്കസ് ചെയ്യാൻ കുട്ടികൾക്ക് തോന്നണം. നമ്മളെ കാണാൻ, നമ്മളെപ്പോഴും ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. മോൻ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ അവന് ഇഷ്ടമുള്ളൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ എന്നോട് വന്ന് പറഞ്ഞതാണ്, ചെറിയ ക്ലാസ്സിലായിരുന്നു കേട്ടോ, ഇന്ന് മിസ് ചിരിച്ചില്ല. അപ്പൊ അത് ആ കുട്ടിയുടെ മനസ്സിൽ അന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. കാരണം എന്നും വളരെ ചിരിച്ച് പ്ലീസിങ് ആയി വരുന്ന ഒരു ടീച്ചർ ഒരു ദിവസം ചിരിക്കാതിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഡിഫറൻസ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആകണം, നമ്മുടെ ആ ഒരു സ്പിരിറ്റ് അത് പ്യൂരിഫൈഡ് ആകണം. ആ ഒരു 3 എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഹ്യൂമാനിറ്റി, പലപ്പോഴും കേട്ടിട്ടുള്ളത് ഹ്യൂമാനിറ്റി കാണിക്കുന്നവർക്കൊക്കെ എപ്പോഴും എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും തളർച്ചകൾ ഉണ്ടാവാറുണ്ട്. അതായിക്കോട്ടെ, പക്ഷെ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ, നമ്മളൊരു ആ ഒരു രീതിയിലായിരിക്കണം ആളുകളോട് പെരുമാറുന്നത്. ഒരു ടീച്ചറുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡോക്ടറെ പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിൽ ഇരിക്കുന്ന പോലെയല്ല ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുമായി കണക്റ്റഡ് ആവുക, കുട്ടിയുടെ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആവുക, അങ്ങനെ എത്രയോ കുട്ടികൾ. അപ്പൊ ഒരു വലിയൊരു സൊസൈറ്റിയുമായിട്ടാണ് ആ ടീച്ചർ കണക്റ്റഡ് ആകുന്നത്. ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ കിഡ്സ്, ബട്ട് ടീച്ചർ കണക്റ്റഡ് ആവുന്ന ഒരു വലിയൊരു സൊസൈറ്റി ആയിട്ടാണ്. നമ്മൾ ആ കുട്ടിയുടെ വീടിന്റെ ആ ഒരു പരിസരത്തൊന്ന് പോയി ഇത് മോന്റെ ടീച്ചറാണെന്ന് പറഞ്ഞ ആ പരിസരത്തിലുള്ളവരെ മുഴുവനും പരിചയപ്പെടുത്തി കൊടുക്കും. ചിലപ്പോ കുട്ടി പറഞ്ഞ് നമ്മളെ പറ്റി അവിടെയുള്ള ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളെ കാണാതെ തന്നെ നമ്മളെ പരിചയമുള്ള കുറെ ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് ചിലപ്പോൾ ചെല്ലാം. കുട്ടികളുമായിട്ട് വളരെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ക്ലാസ് റൂമിൽ ഒരു ഫെസിലിറ്റേറ്റർക്ക്. ആ ഒരു ഹംബിൾനെസ്, ഹ്യൂമിലിറ്റി, ഒരു ഹംബിൾനെസ് ടീച്ചർക്ക് ഉണ്ടാവണം. അല്ലാതെ ടീച്ചർ ഭയങ്കര അരഗന്റ് ആയിട്ട് ഭയങ്കര ഒരു അഗ്രസീവ്നെസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾക്ക് ആ ഒരു ടീച്ചറോട് അടുക്കാനായിട്ട് തോന്നില്ല. അതായത് കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതുപോലെ ഹംബിൾനെസ് കാണിക്കണം. അല്ലാതെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതായത് ഞാൻ ഇന്റർവെൻഷൻ നടക്കുന്ന സ്കൂളുകളിലെ കുട്ടികൾക്ക് കൂടുതൽ കിട്ടണം എന്ന് വിചാരിച്ച് വളരെ എമിനന്റ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ ഞാൻ അവിടെ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവരും. അങ്ങനെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയതുകൊണ്ട് അങ്ങനെ പല പല ഫീൽഡിലുള്ള ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ ഞാനൊരു സാറിനെ കൊണ്ടുവന്ന സാറ് റിട്ടയർഡ് പ്രൊഫസറാണ്, വളരെ നല്ലൊരു മനുഷ്യരാണ്. നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര രസത്തോട്. ലാസ്റ്റ് ക്ലാസ് സാറിന്റെ കൊടുത്തത് എനിക്ക് ഭയങ്കര ഞാനങ്ങ് ഡൗൺ ആയിപ്പോയി. കാരണം സാറ് കുട്ടികളുടെ ആസ്പിറേഷൻസ് ചോദിക്കും. 10th എത്തിയിരിക്കുന്ന കുട്ടികളാണെന്ന് ആലോചിക്കുക. കാരണം അവര് 10th എക്സാം എഴുതാനായിട്ട് പോകുന്നു, പിന്നെ +1 +2 അത് കഴിയുമ്പോൾ അവരവരുടെ കരിയർ, +1 എടുക്കുന്നത് തന്നെ കരിയർ എന്താണോ അതിനെ കണക്ട് ചെയ്തായിരിക്കുമല്ലോ. അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുവാണ്. അപ്പൊ അതിലൊരു മോൻ പറഞ്ഞു, അവന് നല്ല ഫുട്ബോൾ പ്ലെയർ ആകണം എന്ന് പറഞ്ഞു. സാർ ഉടനെ പറഞ്ഞു,
നിനക്കാകാൻ പറ്റില്ല, അതിന് ഹൈറ്റ് വേണം. അപ്പോൾ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിപ്പോയി സാർ ആ കുട്ടിയോട് പറഞ്ഞു. കുട്ടി ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് അവന്റെ ആ ഒരു ആസ്പിറേഷൻ പറഞ്ഞത്. അടുത്ത ആളോട് ചോദിച്ചപ്പോൾ അവൻ എന്താ വന്നത്, അവൻ എന്തോ ഒരു ജോബ് പറഞ്ഞു. അപ്പൊ സാർ പറയാ നിനക്കാകാൻ പറ്റില്ല, അതിന് നല്ല മസ്കുലർ സ്ട്രെങ്ത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ കുട്ടിയും ആസ്പിറേഷൻ പറഞ്ഞപ്പോൾ സാർ അവരെ ഡൗൺ ആക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ഒരു വല്ലാത്ത ഫീൽ ആയി പോയി. ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ഇത് സാറ് പോയി കഴിഞ്ഞപ്പോ കുട്ടികൾ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ ക്ലാസ്സാ വേണ്ടതെന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കലും പോണതാണേ. അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ മിസ് ക്ലാസ് എടുത്താൽ മതി, സാറിന്റെ ക്ലാസ് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഒരിക്കലും സാറിനെ കുറ്റം പറയുമോ, സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് അവർ നിന്ന് കൈ കൊട്ടുമായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോ ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞത്, പക്ഷെ അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവർ വന്നവരെ എല്ലാം ആ റെസ്പെക്ട് കൊടുത്തു. അവര് പറഞ്ഞു എന്നോട് ഈ മിസ് വന്ന ക്ലാസ് എടുത്താൽ മതി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ അവർക്ക് നല്ലൊരു സെഷൻ കൊടുത്തു. അതെനിക്കൊരു ഫ്രണ്ട് ആയിരുന്നു, എനിക്ക് വളരെ റെസ്പെക്റ്റ്, വളരെ ഇഷ്ടമുള്ള എൻ്റെ ഒരു യുണീക് ഫ്രണ്ട് കല വന്ന ക്ലാസ് എടുത്തു. പക്ഷെ അതോടുകൂടി അവർ ഭയങ്കര ഹാപ്പിയായി. കുട്ടികളുടെ പാരന്റ്സിന് സെഷൻ ഉണ്ടായിരുന്നു. അവർ പാരന്റ്സ് ഓടി വന്ന് എന്നെ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് ഞങ്ങൾക്ക് കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞു അവര്. നമ്മള് കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത് അതുപോലുള്ളവരെയാണ്. പക്ഷെ സാറിന്റെ പ്രോബ്ലം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഇതുവരെയും ക്ലാസ് എടുത്തത് ഹൈ പ്രൊഫൈൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളെയായിരുന്നു. അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു സാറിന്റെ പല ഇതിലും. ഇത് ഞാൻ എടുത്തിരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് തഴഞ്ഞ കുറെ ഒരു ഗ്രൂപ്പ് കുട്ടികളെയാണ് ഞാൻ എടുത്തിരുന്നത്. അവർക്കും ആരെങ്കിലും വേണ്ടേ. അപ്പൊ അങ്ങനെ ആ കുട്ടി അപ്പൊ സാറ് വരുമ്പോ ഈ ബിലോ ആവറേജ്, ചിലപ്പോ അവർക്ക് വേറെ കുറെ പൊട്ടൻഷ്യൽ ഉണ്ടാവും, അത് കണ്ടെത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് സാറിനെ ഞാൻ വിളിച്ചത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇതായി, നമുക്കതൊരു അനുഭവമാണ് കേട്ടോ. അത് നമുക്ക് മനസ്സിലായല്ലോ. പക്ഷെ കുട്ടികളും അത് തിരിച്ചറിഞ്ഞു. പക്ഷെ അവര് നല്ല രീതിയിൽ തന്നെ അവരത് എടുക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഓരോ കുട്ടിയും ഇൻഡിവിജ്വൽ ആയിട്ട് കാണാനായിട്ട് പറ്റണം. അവിടെ നമ്പർ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്പിരിറ്റ് മാറുന്നതിന്റെ 3 എലമെന്റ്സ് എന്നുള്ള രീതിയിലാണ്. ഒന്നാമത്തെയാണ് ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി, രണ്ടാമത്തതാണ് 2 നമ്പർ കൊടുക്കുക, ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ്. ഓരോ കുട്ടിയും യുണീക്ക് ആണ്, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കാണുക. ഓരോരുത്തർക്കും അവരുടേതായ പൊട്ടൻഷ്യൽ ഉണ്ട്. അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഈ 2 സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ് ഉള്ളതിന് 2 നമ്പർ കൊടുക്കുക. അടുത്തത് 3 ആണ് ഫെയ്ത്ത്. ഈ 3 ശരിക്കും മുകളിലാണ് വരേണ്ടത്. ഫെയ്ത്ത്, ട്രസ്റ്റ് എന്ന് പറഞ്ഞല്ലോ കുറച്ചു മുമ്പ് നമ്മൾ തമ്മിലുള്ള ട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, സെയിം തന്നെ. നെക്സ്റ്റ് ഫെയ്ത്ത്. നമുക്ക് ഓരോ കുട്ടിയിലും ഒരു ട്രസ്റ്റ് ഉണ്ട്. അവന്റെ ആ ഒരു വിൽ പവർ, അവന്റെ കഴിവുകൾ പുറത്തേക്ക് റിവീൽ ചെയ്യും. ഡെഫിനറ്റ്ലി ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും. ആ ഒരു ഫെയ്ത്ത്, നമുക്ക് കുട്ടികളിലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 അവിടെ കട്ട് ചെയ്യുക. അടുത്ത ഹെഡിങ് ആണ് ഗൈഡ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. എങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോ ആ ഒരു സൈക്കോളജിക്കലാണ് ശരിക്കും ഒബ്സർവേഷൻ. ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, നമ്മൾ വാച്ച് ചെയ്യല്ല, ശരിക്കും ഒബ്സർവേഷൻ ആണ്. നമ്മൾ മനസ്സ് അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ക്ലാസ് ഒക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് നമ്മൾ എവ്രി ഡേ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. നമുക്ക് ക്ലാസ്സിൽ അതിൻ്റെ ടൈം കിട്ടുന്നില്ല, 1 hour ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും ഒരു 10 to 30 minutes ആ ഒരു രീതിയിൽ ഒരു മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, നമ്മളുടെ മനസ്സിനെ കാമാക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിൽ കോൺസെൻട്രേഷനോട് കൂടി കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റി, അവന്റെ പെരുമാറ്റം, ആ ഒരു ബിഹേവിയർ, അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള ബിഹേവിയർ, നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറഞ്ഞു ഏതല്ല, ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്, അങ്ങനെ ഓരോ സിറ്റുവേഷനിലെ അവന്റെ ബിഹേവിയർ, അതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ആ ഒരു അവന്റെ വില്ല് അവൻ പുറത്തേക്ക് റിവീൽ ചെയ്യുന്നത്, അവന് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്, അങ്ങനെ പല കാര്യങ്ങളും അത് വോളണ്ടറി ആയിട്ട് വരും. പലപ്പോഴും വിൽഫുൾ സമ്മതത്തോടു കൂടിയായിരിക്കും പലപ്പോഴും അവന്റെ രീതികൾ. നമ്മളും ചെയ്യുമ്പോഴും ആ ഒരു വോളണ്ടറി രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. അല്ലാതെ എന്തിനോ വേണ്ടിയിട്ട് അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല.
അത് ഞാൻ നല്ല രീതിയിൽ ചെയ്താലാണ് ആ കുട്ടിയിലെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് അക്സെപ്റ്റ് ചെയ്ത് ആ രീതിയിൽ തന്നെ വേണം. കൺഫോമിറ്റി, ആ ഒരു അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്, അതാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിനെ ഉറപ്പാക്കിയിട്ട് വേണം ഒരു കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട്. ചിലപ്പോ പലപ്പോഴും കുറേ സമയം ഇരുന്നവൻ ആ വർക്ക് ചെയ്യണ്ടാവുമായിരിക്കും. നമ്മൾ ചിലപ്പോ സാച്ചുറേറ്റഡ് ആയി പോകാം. പക്ഷെ നമ്മളുടെ ഈ ത്രൂ പ്രാക്ടീസ്, ആ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും കുട്ടിയെ ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്യുക വേറൊരു ഫെസിലിറ്റേറ്റർക്ക്. അതുകൊണ്ട് ശരിയായ രീതിയിൽ നടക്കുന്ന ഒരു മോണ്ടിസോറി സ്കൂളില് ഫെസിലിറ്റേറ്ററുടെ നമ്പർ പ്രൊപ്പോർഷണലി കൂടുതലായിരിക്കും. സാധാരണ ക്ലാസ് റൂമിലെ 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലായിരിക്കും സാധാരണ സ്കൂളുകളിലൊക്കെ. ശരിക്കും 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ. നമ്മുടെ എക്സാം ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുമ്പോൾ 20 പേരുണ്ടെങ്കിൽ ഒരു ടീച്ചർ, 20 കൂടിയാൽ 2 പേരെ നിർത്തണമെന്നാണ് പറയുന്നത്. ഇപ്പോഴും സ്റ്റാഫിന്റെ കുറവ് കൊണ്ട് ഇതൊന്നും നടക്കാറില്ല. അപ്പൊ അത് എക്സാം ഡ്യൂട്ടി. അതേസമയം ഹോൾ ക്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിവിഷൻ തിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 50-40 പേരൊക്കെ ആയിരുന്നു ഒരു ക്ലാസ്സിൽ. ഒരു ടീച്ചർക്ക് 40 മിനിറ്റ് കൊണ്ട് ഈ 50 പേരെ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ടഫ്. അതുകൊണ്ട് ശരിക്കും ക്ലാസ് റൂമിന്റെ സൈസ് അല്ല, അതിലെ സ്ട്രെങ്ത്തിന്റെ സൈസ് ഒരു ടീച്ചർക്ക് അനുസരിച്ച് പ്രൊപ്പോർഷണൽ ആക്കണം എന്നാണ് പറയുന്നത്. അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി എത്ര നേരം അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, എത്രാമത്തെ തവണയാണ് അത് കറക്റ്റ് ആയത്, എത്ര പ്രാവശ്യം അത് കറക്റ്റ് ആവാതെ അവൻ അത് വീണ്ടും ചെയ്യാൻ നോക്കി. അങ്ങനെ എല്ലാം നമുക്ക് നോക്കാം. ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്തു, ആ ഒരു വീക്കിൽ എത്ര പ്രാവശ്യം ചെയ്തു, പിറ്റേ ദിവസം വന്നിട്ടും അത് റിപ്പീറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ നോട്ട് ചെയ്യും. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് ചെയ്യുന്നത്. അങ്ങനെ എത്രത്തോളം എഫേർട്ട് എടുത്തു, അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക ഒബ്സർവേഷനിലൂടെ. പിന്നെ പ്രോഗ്രസ്സിലേക്ക് പോകുന്നിടത്ത് എന്തെല്ലാം സംഭവിച്ചു, പിന്നെ സീക്വൻസ് ഓരോന്നും ചെയ്യാനായിട്ട്. ഇപ്പൊ രാവിലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എടുത്തത് വേറെ ഏതാണ്, അങ്ങനെ സീക്വൻസും നമുക്ക് നോക്കാം. പിന്നെ റെഗുലർ ആയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം, പിന്നെ അവന് സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലൈ, ആ ഒരു ട്രിഗർ എന്താണ്, പിന്നെ അവന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിന്ന് അവൻ ഡിസ്ട്രാക്ട് ചെയ്തു പോകുന്നു, അവന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകാൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം നമുക്ക് നോക്കാം. ചിലപ്പോ ഒരു ഫ്രണ്ടിന്റെ ശബ്ദമാകാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഡോഗ് ബാർക്കിംഗ് ആകാം, അല്ലെങ്കിൽ മഴ പെയ്തതാകാം. അങ്ങനെ എന്താണോ അവനെ ഡിസ്ട്രാക്ട് ചെയ്തത് അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. ഒന്ന് ആലോചിച്ചു, മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നിട്ട് വീണ്ടും അവൻ ബാക്ക് ടു വർക്ക് ആണോ, അതോ അത് അവിടെ ഇട്ടിട്ട് എണീറ്റ് പോവുകയാണോ, ഇതൊക്കെ ഇവരുടെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. ഇതൊക്കെ ആയിരിക്കും അവർ വലുതാകുമ്പോഴും, അല്ലെ, ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിട്ടിട്ട് അടുത്ത പണിക്ക് പോകുന്നൊക്കെ നമ്മൾ ചില ആളുകൾ പറയാറില്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെസിലിറ്റേറ്റർ ഒരു ലിങ്ക് ആണ്, ഈ കുട്ടിയെയും എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് ഫെസിലിറ്റേറ്റർ. നമ്മൾ വിചാരിക്കും എനിക്ക് പണിയൊന്നും വരില്ലോ, ചുമ്മാ ഒബ്സർവ് ചെയ്യലാണ്. അല്ല, നമ്മുടെ പണിയാണ് ഏറ്റവും വലിയ പണി അതിനകത്ത് വരും. കുട്ടിക്ക് വേണ്ടിയിട്ട് എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഡെവലപ്പിംഗ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം നമ്മുടെ ട്രഡീഷണൽ ടീച്ചറെ പോലെ ആദ്യം ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലെ. കുട്ടിയോട് കഥ പറഞ്ഞോ, ഡാൻസ് ചെയ്തോ, പാട്ട് പാടിയോ. ഞാൻ മോണ്ടിസോറി സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പം ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ പുതിയതാണുണ്ടോ അവർക്ക്. അപ്പൊ ഒരു മോർണിംഗ് പ്രെയറും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഗ്രൂപ്പ് തിരിച്ച് ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോൾ ഇവർ ഒരുമിച്ചാക്കിയിട്ട് സാർ എന്നോട് പറയും ഡാൻസ് ചെയ്തോളാം പറയും. അവരുമായിട്ട് പാട്ട് പാടുവോ ആക്ഷൻ സോങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറയും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞാൻ വരുമ്പോഴേ എല്ലാ ദിവസവും അവർക്ക് അറിയാം ഞാൻ ഡാൻസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ആക്ഷൻ സോങ്ങിന് വരാം. അങ്ങനെ പിള്ളേരുമായിട്ടൊരു കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആക്ടിവിറ്റീസിൽ സാർ എന്നെ ഇൻവോൾവ് ചെയ്യിച്ചു തുടങ്ങി. ശരിയായ മെത്തേഡ് അത് തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് ഞാൻ വന്ന് അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്കൊരു അപരിചിതത്തായിരിക്കും. അതേസമയം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലൂടെ ഡാൻസിലൂടെ നമ്മളും അവരും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടായി കഴിയുമ്പോഴേക്കും പിന്നെ അവര് നമ്മളെ ഫോളോ ചെയ്തു. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഡെവലപ്പിംഗ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ ഇൻട്രസ്റ്റ് കാണിച്ചെന്ന് വരില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ പതുക്കെ നമ്മളുടെ പുറകെ നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അതാണ് നെക്സ്റ്റ് പേജുകളിലൊക്കെ പറയുന്നത്. പിന്നെ അതിനൊരു എക്സാമ്പിൾ ഒക്കെ ഇവിടെ
മരിയ മോണ്ടിസോറി പറയുന്നുണ്ട്. മ്യൂസിക് കൊടുത്തിട്ട് കുട്ടികൾ കാര്യമായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ മ്യൂസിക്കിന് ഒരു റിഥം വെച്ചിട്ട് അവർ ബോഡി മൂവ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മ്യൂസിക് എപ്പോഴും അപ്ലൈ ചെയ്താലും അവരതിന്റെ റിഥത്തിനനുസരിച്ച് താളത്തിനനുസരിച്ച് അവർ മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ്മെന്റ് ആണ് ശരിക്കും ഡെവലപ്മെന്റിന്റെ ഒരു ബേസിക് ഫാക്ടർ. മൂവ്മെന്റ് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഡെവലപ്മെന്റിലേക്ക് മ്യൂസിക് അത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലെ 5 ഏരിയയില് ഒരു ഏരിയ നമ്മൾ പറയുന്നുണ്ട്, സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. മ്യൂസിക്കൽ കോർണർ തന്നെ ഉണ്ടാവും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള. ഇപ്പൊ അപ്ഡേറ്റഡ് ആയപ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മ്യൂസിക് സിസ്റ്റം ഒക്കെ കാണും മിക്ക സ്കൂളുകളിലും. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, പ്രായമായ ഹൈസ്കൂൾ കുട്ടികൾക്കാണ്, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പാട്ട് ഇട്ട് കൊടുത്തപ്പോ അവർ ഡാൻസ് ചെയ്ത് പ്രിൻസിപ്പൾ വന്നപ്പോഴേക്കും കൈയടിച്ച് പ്രിൻസിപ്പളിനെ അവര് വെൽക്കം ചെയ്തത്. സെയിം തന്നെ. അപ്പൊ മ്യൂസിക്കിന്റെ എഫക്ട് അത്രയും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇന്ന് 14 പ്രാക്ടിക്കൽ സെഷൻ കൊടുത്തപ്പോ 13 ജോയിൻ ആകാൻ പറഞ്ഞിരുന്നു. അതിന് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്തത് കാരണം നമ്മൾ സെൻസോറിയൽ ഏരിയയില് അല്ലെങ്കിൽ എല്ലാ സെൻസസിനെയും ആക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള പല മെറ്റീരിയൽസ്, സൗണ്ട് സിലിണ്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. അവിടെ മ്യൂസിക് മറ്റേ നമ്മൾ ഗ്ലാസ്സിൽ പല ലെവലില്, അതിന്റെ പേര് ഞാൻ മറന്നു, വെള്ളം ഫില്ല് ചെയ്തിട്ട് മ്യൂസിക് നോട്ട്സ് കേൾപ്പിക്കില്ലേ, അതിനോടൊക്കെ ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഓരോന്നും പ്രസന്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് എന്ത് പ്രസന്റ് ചെയ്യുമ്പോഴും അതിൽ ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ നമ്മുടെ പ്രസന്റേഷൻ വരണം. എല്ലാ മെറ്റീരിയൽസിനോടും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും വരണമെന്നൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ പ്രസന്റേഷൻ വരണം. അപ്പൊ അതുകൊണ്ടാണ് പല മെറ്റീരിയൽസും ഭയങ്കര വൈബ്രന്റ് കളേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ ഷേപ്സ് അങ്ങനെ കൊടുക്കുന്നത്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് പണ്ട് ഞാൻ യൂസ് ചെയ്തതിൽ കോയിൻസ് ആയിരുന്നു. വലിയ അട്രാക്ഷൻ ഒന്നും നമുക്ക് ആ കോയിനോട് തോന്നില്ല. പക്ഷെ അതേസമയം ബെൽ ഷേപ്പ് വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്ക് തന്നെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു അല്ലെ, കുട്ടികളുടെ കാര്യം. അതാണ് അങ്ങനെ രീതിയിൽ കളറും ഡിസൈനും എല്ലാം ഇവർക്ക് അതിനോട് അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത്. അതാണ് പിങ്ക്, ബ്രൗൺ ഒക്കെ, പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർസ്. പിന്നെ നോബ്ലസ് സിലിണ്ടർ ആണെങ്കിൽ വൈബ്രന്റ് കളേഴ്സിനാണ്. കളർ ടാബ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കഥ പറയാം, ഏതെങ്കിലും ഗെയിം നമുക്ക് അവരുമായിട്ട് കളിക്കാം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചാലായിട്ട് മനസ്സിലാവും. ഇപ്പൊ മെറ്റീരിയൽസിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ടും മനസ്സിലാകും. നെക്സ്റ്റ്, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ക്വാളിറ്റി, അത് എങ്ങനെയായാലും കഴിഞ്ഞ ബാച്ചിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചതാണല്ലോ എന്ന് കരുതി ഒരു ബാച്ചിൽ ഞാൻ ചോദിക്കാതിരിക്കില്ല. കാരണം ഇത് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അല്ലാതെ എന്റെ അറിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗവേഷണം ചെയ്ത് ഒരിക്കലും ക്വസ്റ്റ്യൻ ഇടില്ല. നമ്മളുടെ ഓരോ ടോപ്പിക്കിലെ മെയിൻ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. ഏത് ബാച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പാർട്ട് 3യിൽ നമുക്ക് 2 സബ്ജക്ട് വരുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ മാർക്ക് കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പാർട്ട് 3 ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ PDF വായിച്ചിട്ട്. ഞാൻ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. PDF കണ്ടന്റ് കൊടുത്തിരിക്കുന്ന അതുപോലെ ഇത്തിരി നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്, വായിച്ചാൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാണ്. ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലാകും. വേണമെങ്കിൽ എല്ലാ വാക്കുകളുടെയും മീനിങ് ഒന്നും മനസ്സിലായി വരില്ല, പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 3 സബ്ജക്റ്റിന്. ബാക്കിയുള്ളതിനൊക്കെ നല്ല മാർക്കുണ്ട്, പക്ഷെ മെജോറിറ്റി കുട്ടികൾ സ്കോർ ചെയ്യുന്നത് ഈ പാർട്ട് 3ക്കായിരുന്നു. കാരണം ഇതിന് വേണ്ടുന്ന ചില കുറെ കാര്യങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്ത് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ പുതിയ ക്വസ്റ്റ്യൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന പരിപാടിയില്ല. ഇപ്പൊ പല CBSEയും SSLC ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടെന്ന് കാണിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇടുവാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നെക്സ്റ്റ്. ഒരു ഡൈനാമിക്
ആക്റ്റീവ് ഒരു ലിങ്ക് ആണ്. നമ്മൾ വിചാരിക്കും എനിക്ക് ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എന്ത് പണി എവിടെയല്ല. പക്ഷെ വി ആർ ദ ഡൈനാമിക് ലിങ്ക് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദി എൻവയോൺമെന്റ്, ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റുമായിട്ട്. ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവർ. കാരണം നമ്മളെ തേടി വരും പാരന്റ്സ്, എന്റെ കുട്ടി അവൻ ഇങ്ങനെ ആയിരുന്ന കുട്ടി ഇങ്ങനെ ആയി, അത് മിസ് കാരണമാണെന്ന് പറയും. അതുപോലെ സോ ദാറ്റ് ഇസ് വി ആർ ദ ഡൈനാമിക് ലിങ്ക്. അപ്പം അല്ലാണ്ട് നമ്മൾ ആർത്തലച്ച് അവരെ വഴക്ക് പറഞ്ഞ് അവർക്ക് പണിഷ്മെന്റ് കൊടുത്ത് ഇമ്പോസിഷൻ കൊടുത്തല്ല നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവർ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആ കുട്ടിയുടെ നീഡ്സ് എന്താണ്? നീഡ്സ് വന്നപ്പോ വേറൊരു കാര്യം എന്റെ മനസ്സിൽ വന്നത് പറയുവാണേ, നമ്മളുടെ കുട്ടികൾക്ക് നീഡ്സ് ഉണ്ടാകും, ഡിമാൻഡ്സ് ഉണ്ടാകും. നിങ്ങൾ ഏതായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുക? അല്ലെ, നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ. കുറെ കൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ ആവശ്യം തന്നെ നമ്മൾ അത്യാവശ്യം കൂടെ നോക്കൂലേ? അത്യാവശ്യം ഏതാണോ അത്. ഒരിക്കലും വാശി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യില്ല, അവരെ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യില്ല. അവരുടെ റിക്വസ്റ്റ് നമ്മൾ കേൾക്കുമായിരിക്കും, പക്ഷെ അവരുടെ ആവശ്യം, അതിൽ അത്യാവശ്യം ഏതാണ് നമ്മൾ അനലൈസ് ചെയ്യും. കുട്ടി പറയുന്നത് മുഴുവൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല ശരിയായ പാരന്റിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, പിന്നെ ഒരു എക്സ്പെരിമെന്റർ ആയിരിക്കും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കാരണം ആ എൻവയോൺമെന്റിൽ കുട്ടിയുടെ നീഡ്സ്, ഇൻട്രസ്റ്റും എല്ലാം കുട്ടി ചെയ്യുന്ന ഓരോന്നിനും നല്ല റിസൾട്ട് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റർ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ബാച്ച് കഴിഞ്ഞു, അടുത്ത ബാച്ച് വരുമ്പോ പ്രീവിയസ് ബാച്ചിന് ചെയ്തതായിരിക്കില്ല അടുത്ത ബാച്ചിലെ കുട്ടികൾക്കനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടാവും. സിമിലർലി ആസ് എ പാരന്റ്, ഒരു കുട്ടി ഉണ്ടാവാൻ 2 കുട്ടി ഉണ്ടാവും, 3 കുട്ടി ഉണ്ടാവും. ഒരു കുട്ടി ഉണ്ടാകട്ടെ, പിന്നെ കുഴപ്പമില്ല. 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ, 4 കുട്ടികളുള്ളവരും, ഓരോ കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പുതിയ അച്ഛനും അമ്മയായി മാറണം, അല്ലേ? ആദ്യത്തെ കുട്ടിയുടെ അതേ അച്ഛനും അമ്മയുടെ അതേ പാറ്റേൺ രണ്ടാമത്തെ കുട്ടിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പൊ ഓരോ കുഞ്ഞും നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പുതിയ അച്ഛനും അമ്മയായി മാറുന്ന പോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ പുതിയ ഓരോരോ കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാറുവാണ്. അതൊരു പ്രോഗ്രാമറാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. എൻവയോൺമെന്റിനെ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം. ആവശ്യമുള്ള മെറ്റീരിയൽസ് അവിടെ ആഡ് ചെയ്യുന്നു, ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യുന്നു. ഈ മെറ്റീരിയൽസ് തന്നെ ഏതെങ്കിലും ഒന്ന് ഡാമേജ് ആവുകയാണ്, നമ്മളൊക്കെ അതിനെ കറക്റ്റ് ചെയ്ത് നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും പുതിയത് വെച്ചിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിങ്ക് ടവർ ശരിയല്ലാത്ത മെഷർമെന്റ് വന്നപ്പോൾ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിനെ മുമ്പ് ഫൈൻ ആക്കണം. പിന്നെ ഒരു ഇവാലുവേറ്റർ ആണ്. പക്ഷെ നമ്മൾ കുട്ടികളെ ജഡ്ജ് ചെയ്യാനായിട്ടും ക്രിട്ടിസൈസ് ചെയ്യാനും പോവില്ല. നമ്മൾ ജസ്റ്റ് ഇവാലുവേറ്റ്, ഒരു അസസ്മെന്റ് പോലെ നമ്മൾ നടത്തും. നമ്മളെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, നമ്മളെ ജഡ്ജ് ചെയ്യാം, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാം, നമ്മളെ അനലൈസ് ചെയ്യാം. ഓക്കെ, അത് എവരി ഡേ. അതിനാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തെ പ്രോഗ്രസ്സും അന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റീസും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. പിറ്റേ ദിവസം നമ്മൾ പ്രീവിയസ് ഡേയിലെ ടീച്ചിങ് മാനുവൽ നോക്കുമ്പോൾ നമുക്ക് കുട്ടികൾ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ അവരുടെ അപ്രോച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ഡേ ആക്ടിവിറ്റി കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് കൊടുക്കാം. അപ്പൊ കുട്ടികൾ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒരേ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തു കുട്ടികൾക്ക് കാര്യമായി കിട്ടാതെ പോകും. ഓക്കെ, പിന്നെ റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യും, റെസ്പെക്ടർ ആൻഡ് പ്രൊട്ടക്ടർ. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് അറിയാനായിട്ട് പറ്റും. മീൻസ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് പറ്റും. നമ്മൾ കുട്ടികളെ ഒത്തിരി കെയർ ചെയ്യുന്നവരെ ഒത്തിരി പാമ്പർ ചെയ്യുന്നുണ്ടാവാം. ആസ് എ പാരന്റ് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ബട്ട് വി നോ ദ ലിമിറ്റ്സ് ഓൾസോ, അല്ലെ? കാരണം കുട്ടികളെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യും, പാരന്റ്സിനെ ചെയ്യും, ടീച്ചേഴ്സിനെയും ചെയ്യും. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഒരു സപ്പോർട്ടറാണ്, വാം, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി. പിന്നെ ഓരോ കുട്ടിയെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം, വിത്തൗട്ട് ജഡ്ജിങ്. ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ആ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കുട്ടിയുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. കുട്ടികൾക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പേടിയായിരുന്നു ടീച്ചർമാരോട് എന്തെങ്കിലും കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട്.
പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല ഒരു ടീച്ചറും കുട്ടികളും തമ്മിൽ. അതേസമയം ചില ടീച്ചർമാരോട് നമ്മൾക്ക് തുറന്ന കാര്യങ്ങൾ പറയാനുള്ള ഫ്രീഡം നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് ആ ലിങ്കാണ്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ലിങ്കാണ്. എന്തും പറയാനുണ്ട്, കുട്ടികളെ ട്രിഗർ ചെയ്യുക, അതാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോൾ എന്ന് പറയുന്നത്. അവര് മെറ്റീരിയൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു ഇൻട്രസ്റ്റിംഗ്, ആ ഒരു ഫാസിനേറ്റിംഗ്, സ്പോണ്ടേനിയസ് ഫാസിനേറ്റിംഗ് കുട്ടികളിൽ വരുത്തണം. ആ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കൊണ്ടുവരണം. ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം ഒരു ടെംപ്റ്റിംഗ് ബിഹേവിയർ. കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ തോന്നണം, ആ രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നത്. എൻടൈസിങ് ബിഹേവിയർ, ടെംപ്റ്റിംഗ് ബിഹേവിയർ. പക്ഷെ നമ്മൾ സെറ്റ് ലിമിറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റൻ റൂൾസും ഉണ്ടാവും ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ അല്ലെ. പിന്നെ ഗ്രേസ്, കർട്സി, ആ ഒരു റെസ്പെക്ട്ഫുൾ, ഒരു പൊളൈറ്റ് ബിഹേവിയർ, അതെല്ലാം ആ ഒരു ഫെസിലിറ്റേറ്ററിൽ നിന്ന് വരുന്ന ചില ക്വാളിറ്റീസ് കുട്ടികൾ പിന്നീട് ആക്സെപ്റ്റ് ചെയ്ത് അവർ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോ കുട്ടിയും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു ആർബിട്രേറ്റർ ആയിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മള് മാച്ചിലൊക്കെ അമ്പയർ ഉണ്ടാവില്ലേ, റഫറി, അമ്പയർ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഒരാളായിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. എന്തെങ്കിലും കോൺഫ്ലിക്ട്സ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണം. അത് ഇംപാർഷ്യൽ ആയിട്ട് ഒരു കുട്ടിയുടെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല. അമ്പയറിന്റെ തീരുമാനം അന്തിമമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്തുകൊണ്ടാണ്? അവർ ഇംപാർഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത്, ബയസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളല്ല അവരെടുക്കുന്നത്, റഫറി ആണെങ്കിലും അമ്പയർ. അങ്ങനെ ഒരു ആർബിട്രേറ്റർ ആയിരിക്കണം. നെക്സ്റ്റ്, വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ, നമ്മളുടേതായ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഒരു മോഡൽ തന്നിരിക്കുന്നു. ഒബ്സർവേഷന്റെ പാറ്റേൺ ആണെങ്കിലും നമ്മളുടേതായ രീതിക്ക് നമ്മൾ ഒബ്സർവേഷൻ കൊണ്ടുപോകാം. ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമ്മളുടേതായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഇതിനൊരു മോഡൽ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ആ പേജ് മറിച്ച് നോക്കുമ്പോഴേക്കും ഒരു ടേബിൾ പോലെ കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടികളുടെ പല രീതികളാണ് അത്. ഇതിനകത്ത് ഡോക്ടർ മറിയ മോണ്ടിസോറി കുട്ടികളെ ഈ ഒരു പ്രകൃതി, നാച്ചുറലിസ്റ്റ്, ചെറിയ ചെറിയ ജീവികളുണ്ടല്ലോ, ബീസ്, തേനീച്ചകളെയൊക്കെ നോക്കുന്ന പോലെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഡോക്ടർ മറിയ മോണ്ടിസോറി അങ്ങനെയായിരുന്നു കുട്ടികളെ ഒബ്സർവ് ചെയ്തതെന്നാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു കൊളീഗ്, മോണ്ടിസോറിയുടെ കൊളീഗ് പറയുന്നത്. അങ്ങനെയായിരുന്നു മറിയ മോണ്ടിസോറി കുട്ടികളെ ഒബ്സർവ് ചെയ്തത്. അത്രയും കീൻ ഒബ്സർവേഷൻ ആയിരുന്നു അവര്. അങ്ങനെ അവർ എഴുതിയ ബുക്കാണ് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്നുള്ളത്. കുട്ടിയുടെ ഹോൾ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി ഡയറക്ട്രസ് എന്നും പറയൂ കേട്ടോ, ഡയറക്ട്രസിന്റെ ജോലി. അത് സെൻസറി ലെവലിലും ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ്, നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം അങ്ങനെയുള്ളതാണല്ലോ. സെൻസോറിയൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും കുട്ടി നല്ലപോലെ മൈൻഡ്, ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയിലുമാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടിയെ ശരിക്കും നമ്മളൊരു കുട്ടിയെ നമ്മൾ പഠിക്കുവാണല്ലേ. ആ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കി, ആ കുട്ടിയെ നമ്മൾ ആദ്യം പഠിച്ച് അവന്റെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തി അവനെ ട്രിഗർ ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളൊക്കെ ഓരോ പാഠപുസ്തകങ്ങൾ, ഇപ്പൊ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇറങ്ങിയിട്ടിട്ടോ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പണ്ട് ലൈബ്രറിയിൽ നിന്ന് വെക്കുമ്പോൾ അതൊരു റൂമിനകത്ത് കുറെ ബുക്കുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഹ്യൂമൻ ലൈബ്രറി എന്നുണ്ട്. മുന്നിൽ വരുന്ന ഓരോരുത്തരും ഓരോ പാഠപുസ്തകങ്ങളുണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എതിരെ വന്ന അന്തൻ പോലും നമുക്കൊന്നും തരാതെ പോയിട്ടില്ല. നമ്മുടെ ഓപ്പോസിറ്റ് വന്ന നമ്മൾ വിചാരിക്കും കണ്ണ് കാണാത്ത ആൾ എന്ത് തരാനാ, നമ്മളെ അയാൾ കാണുന്ന കൂടില്ല. പക്ഷെ അയാൾ മുന്നിൽ വന്നപ്പോഴാണ് നമ്മൾ കാഴ്ചയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. അതുവരെ നമ്മൾക്കെല്ലാം കാണാം. അപ്പൊ നമ്മൾ എംപതറ്റിക് ആയിട്ട് ചിന്തിക്കുക, അയാളുടെ സ്ഥാനത്ത് ഞാനാണ്, എനിക്ക് കണ്ണ് കാണുന്നില്ലെങ്കിൽ എന്തായിരിക്കും എന്റെ ജീവിതം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുമായിരുന്നു. അതാണ് പറയുന്നത്, എതിരെ വന്ന അന്തൻ പോലും ഒന്നും തരാതെ നമുക്ക് പോയിട്ടില്ല. ചെവി കേൾക്കാത്ത ആൾ അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത ആള്, ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഐ എം ബ്ലെസ്ഡ് എന്ന് വിചാരിക്കണം അല്ലെ. അയാളുടെ ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. കാലില്ലാതെ അയാൾ എന്ത് ബുദ്ധിമുട്ടുന്നുണ്ടാവും. നമ്മളുടെ എമ്പതിയും വളരുവാണ് അവിടെ. ശരി, ഈ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർസ് നമ്മൾ ചുമ്മാ ഇങ്ങനെ
കുറെ ഇങ്ങനെ വായിട്ട് അലക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ എനർജി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ വേണ്ടത് നമ്മളവരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. വെറുതെ ടൈം കളഞ്ഞിട്ടുള്ള ഒബ്സർവേഷനൊന്നും അല്ല, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. ആ ഒരു എന്നിട്ട് കുട്ടിയെ അസിസ്റ്റ് ചെയ്യാം. അവനെ ഓരോരോ ലെവലിലേക്ക് പോവാനായിട്ട് അസിസ്റ്റ് ചെയ്യാം. പിന്നെ അവനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം, അവൻ മനസ്സിലാക്കുകയും ചെയ്യരുത്. പിന്നെ അവനൊരു ആക്ടിവിറ്റി ചെയ്ത് നമ്മൾ ഇടപെടുകയും ചെയ്യരുത്, അവനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവനെ എന്തൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കൂകി വിളിക്കും ചില കുട്ടികൾ, അല്ലേ, ഭയങ്കര ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കും. അതൊക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് അക്കംപ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിങ്സ് ആയിരിക്കും. അപ്പൊ കുട്ടിയുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും ഒബ്സർവ് ചെയ്യുമ്പോൾ. നമ്മൾ മെന്റലി ആക്റ്റീവ് ആണെങ്കിലാണ് നമ്മുടെ ഒബ്സർവേഷൻ കറക്റ്റ് ആവുള്ളൂ. വീട്ടിലെ കുറെ പ്രശ്നങ്ങൾ തലയിലും വെച്ചു മനസ്സിലും വെച്ച് മനസ്സ് മുഴുവൻ കലങ്ങി കിടക്കുക, കോൺഫ്ലിക്ട്സും ഇതൊക്കെ ആയിട്ട്, അങ്ങനെയുള്ള ഒരാൾക്ക് ഒട്ടും ഇത് പറ്റില്ല. നമ്മൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുവാണെങ്കിൽ, ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലെ സാർ ആ ഒരു ഫ്രീഡം തന്നിരുന്നു. കാരണം സാറിന് അത്രയും സയന്റിഫിക് ആയിട്ട് മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നതുകൊണ്ടാ. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ സാറ് പറയും, അടുത്ത ആളെ ഏൽപ്പിച്ച് റെസ്റ്റ് ചെയ്തോളൂ, കുറച്ചു നേരം എവിടെയെങ്കിലും പോയിരുന്ന് എന്തെങ്കിലും വായിക്കും, എന്താ താല്പര്യമുള്ളത് ചെയ്തോളൂ സാർ നമ്മളെ പെർമിറ്റ് ചെയ്യാനും. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് സമ്മതിക്കും, ചിലയിടത്ത് സമ്മതിക്കുമായിരിക്കും. കാരണം സാറിന് അറിയാം ആ ഒരു നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന്. നമ്മളത് ചെയ്യുന്നതും ശരിയല്ലല്ലോ. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിനൊരു വർക്ക് സൈക്കിൾ അടുത്ത പേജിൽ തന്നിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽസ് അതിനെ പല ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്പർ ചെയ്ത് പേര് കൊടുക്കാട്ടോ. ഈ പറഞ്ഞ അതേ പേരുകൾ തന്നെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോൺസെൻട്രേഷൻ ലെവൽ 3. ഇവിടെ കുട്ടി ഭയങ്കര ഡീപ്പസ്റ്റ് കോൺസെൻട്രേഷനിൽ ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ടിരുന്ന ആക്ടിവിറ്റി ചെയ്യുമായിരിക്കും. ചുറ്റും നടക്കുന്നത് ഒന്നും അറിയില്ല. മറിയ മോണ്ടിസോറി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഒരു കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നു, അവനെ കസേരയോടുകൂടി പൊക്കിക്കൊണ്ട് വന്നിട്ട് പോലും അവൻ അറിയുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഡീപ്പസ്റ്റ് കോൺസെൻട്രേഷനിൽ ഇരിക്കുന്നു. നമ്മൾക്കും കാണാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിലെ കുട്ടികൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. അതിനെ ഈ വർക്ക് സൈക്കിളിൽ പേര് കൊടുത്തിരിക്കുന്നത് കോൺസെൻട്രേഷൻ ലെവൽ 3 എന്നാണ്. അടുത്തത് കോൺസെൻട്രേഷൻ ലെവൽ 2. കുട്ടി നല്ല ഡീപ്പ് കോൺസെൻട്രേഷനിലാണ്, പക്ഷേ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അവനെ ഡിസ്ട്രാക്ട് ചെയ്തു. അവൻ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് അങ്ങോട്ട് നോക്കി അക്നോളജ് ചെയ്തു. ബട്ട് ചിലപ്പോൾ ഒരു ലൗഡ് നോയ്സ് ആയിരിക്കാം, അതിനെ അവൻ അതിനോട് അക്നോളജ് ചെയ്തു. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2 എന്ന് പറയുന്നത്. നല്ല കോൺസെൻട്രേഷനിലായിരുന്നു, പക്ഷെ പുറത്ത് നടന്ന എന്തോ, ചുറ്റുപാട് നടന്ന എന്തോ ഒന്ന് അവനെ ഡിസ്ട്രാക്ട് ചെയ്തു, അവനത് ശ്രദ്ധിച്ചു. അപ്പൊ അത് നമുക്ക് കോൺസെൻട്രേഷൻ ലെവൽ 2 കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇനി ലെവൽ 1 ഒരു എവിഡന്റ് ആയിട്ടൊരു അപ്പാരന്റ് കോൺസെൻട്രേഷൻ, ഒരു സാധാരണ രീതിയിലുള്ള സൂപ്പർഫിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള കോൺസെൻട്രേഷൻ. ഇവിടെ കുട്ടികൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. ആദ്യം പറഞ്ഞ രണ്ടും ഡീപ്പ് കോൺസെൻട്രേഷൻ ആയിരുന്നു. ആദ്യത്തേൽ ഒന്നും അവൻ കേട്ടിട്ടേ ഇല്ല, ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. രണ്ടാമത്തേല് നടന്നത് അറിഞ്ഞു, അതൊന്ന് അക്നോളജ് ചെയ്തു, ദെൻ ബാക്ക് ടു വർക്ക് ആയിട്ടുണ്ടാകാം. പക്ഷെ മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ലെവൽ 1 ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു അപ്പാരന്റ് കോൺസെൻട്രേഷൻ. ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ചുറ്റും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ആരെങ്കിലും നടന്നു പോയാൽ തന്നെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ചിലപ്പോൾ ഫാനിന്റെ ശബ്ദത്തിൽ വരെ അവർ ഡിസ്ട്രാക്റ്റഡ് ആകാം. അടുത്തത് ക്യൂസെൻസ്. ക്യൂസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ക്വയറ്റ്, ഒരു നിശബ്ദമായ ഒരു അവസ്ഥ. ആ ഒരു രീതിയിൽ കുട്ടി വർക്കൊന്നും ചെയ്യുന്നില്ല, ആരെയും ഡിസ്റ്റർബും ചെയ്യുന്നില്ല, അവൻ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവൻ കാര്യമായിട്ട് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. ഇത് സംടൈംസ് ഇത് ടെമ്പററി ആകാം, ചിലപ്പോൾ ടെമ്പററി ആകാം. കാരണം ചില കുട്ടികൾ ചിലപ്പോൾ തലേ ദിവസം ഭയങ്കര ഡീപ്പസ്റ്റ് കോൺസെൻട്രേഷനിൽ ഇരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. പിറ്റേ ദിവസം അവൻ വേണമെങ്കിൽ ക്യൂസെൻസ് എന്നുള്ള ലെവലിൽ വരാം. ഒരു കുട്ടി എല്ലാ ദിവസവും ഒരേ കോൺസെൻട്രേഷൻ ലെവലിൽ വരണമെന്നില്ല. അപ്പൊ സംതിങ് ഹാപ്പൺ, അതുകൊണ്ട് അവൻ നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ലെവലിൽ പോയിട്ടുണ്ടാകാം. ചിലപ്പോ ചില കുട്ടികൾ ലെവൽ 3ലേക്ക് വന്നിട്ടുണ്ടാകാം. ഈ ക്യൂസെൻസിലുള്ളവർ ചിലപ്പോൾ ലെവൽ 3ൽ വരാം. അതൊക്കെ നമ്മൾ കാണുന്ന കുട്ടികൾക്ക് അനുസരിച്ച് ടെമ്പററി ആകാം. ഓക്കെ,
നെക്സ്റ്റ് ഡിസോർഡർ ലെവൽ 1. ഇത് ഡിസോർഡർ ആണ് കേട്ടോ, കോൺസെൻട്രേഷൻ അല്ല. കോൺസെൻട്രേഷനിൽ നിന്നൊക്കെ പോയി മറ്റു കുട്ടികളെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും ഇത് വേണമെന്ന് വെച്ചിട്ടാവണമെന്നില്ല അങ്ങനെ. ഇനി ഡിസോർഡർ ലെവൽ 2. കുട്ടി പോയി മറ്റൊരു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അനോയ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഡീവിയേറ്റഡ് നമ്മളെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത ഒരു ഡിസോർഡർ ആയിരിക്കാം. കാരണം ചിലപ്പോ തലേ ദിവസം ചിലപ്പോൾ കോൺസെൻട്രേഷൻ ലെവൽ 3 ഇരുന്ന കുട്ടിയായിരിക്കാം പിറ്റേ ദിവസം വന്നിട്ട് വേറൊരു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കോൾഡ് ഒക്കെ വന്ന് കുട്ടികൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ അവര് ശ്രദ്ധയോടെ ഇരുന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണമെന്നില്ല. അപ്പൊ അവൻ നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് ഇരുന്ന് എന്തെങ്കിലും ചെയ്യണ്ടാവും, അവരെ പോയിട്ടൊന്ന് തോണ്ടു, എന്തെങ്കിലും വിളിക്കൂ, എന്തെങ്കിലും ചെയ്യും. അതിന് നമുക്ക് ഡീവിയേറ്റഡ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് വർക്ക് സൈക്കിൾ ചാർട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് നമ്മളുടെ രീതിക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതൊരു മോഡൽ തന്നേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ ടേബിൾ പോലെ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ നമ്മളുടെ ഈ ഒരു ലെസൺ കഴിഞ്ഞു. MT13 ഞാൻ ഇനി 4th ലെസൺ 10th ലെസണും എടുക്കാനുണ്ട്. 12ന്റെ നമ്മളുടെ കോമൺ സബ്ജക്ട്, ഡിപ്ലോമയുടെയും PGയുടെയും കോമൺ സബ്ജക്ട് കഴിഞ്ഞു. ഡിപ്ലോമയുടെയും PGയുടെയും കോമൺ സബ്ജക്ട്സ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ ടേം 2 എക്സാമിനേഷനും 12കാർക്ക് കേട്ടോ. ടേം 2ന്റെ സമയമായി ഡേറ്റ് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നല്ലപോലെ ഒന്ന് റീഡ് ചെയ്യാം. ഡിസ്കവറി ഓഫ് ചൈൽഡ് എന്നുള്ള ബുക്ക് എൻ്റെ ഒരു ഓൺ കോപ്പി ഉണ്ട്, കാണിച്ചിട്ടെന്ന് തോന്നുന്നു ഏതൊക്കെയോ ക്ലാസ്സുകളിൽ. വായിക്കാനായിട്ട് എപ്പോഴും ഇടയ്ക്കൊക്കെ മാറ്റി വെച്ചിട്ട് കാണുന്നില്ല. ഓക്കെ, ലിങ്ക് ചോദിക്കാണ്ടോ? മാം യെസ് മാം, ഞാനിതുപോലെ ഇന്റേൺഷിപ്പിന് പോയപ്പോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് റിക്വസ്റ്റ് ലെറ്റർ ചോദിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ലെറ്റർ മാത്രമാണ് അയച്ചു തന്നത്. പക്ഷെ ഇപ്പോ ചോദിക്കുന്നവർക്കൊക്കെ മറ്റേ ആ ഒരു വേറൊരു ഇതും കൂടി തരുന്നുണ്ട്. നമ്മള് ചെയ്ത ഗ്രേഡിംഗ് ഷീറ്റ് തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഷീറ്റും ഉണ്ടാവും. യെസ് മാം. അപ്പൊ അത് ഞങ്ങക്ക് കിട്ടിയില്ല. അപ്പൊ ഒന്നും കൂടി അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊടുക്കണോ സ്കൂളില്, ഇന്റേൺഷിപ്പ് ചെയ്ത സ്കൂളില്? ഇത് 3 ഷീറ്റും തരാറുണ്ട്. ഒരു പക്ഷെ വിട്ടുപോയതായിരിക്കാം. PRO നിങ്ങൾ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ മാം, ശരി മാം, താങ്ക് യു മാം. വസന്ത മാം ക്ലാസ്സിലുണ്ടല്ലോ. ഈവനിങ് ക്ലാസ് ആയതുകൊണ്ട് കയറാൻ പറ്റിയതായിരിക്കില്ലായിരുന്നു. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. സോ 13 ബാച്ചിനെ ഇനി വീണ്ടും നമ്മൾ വെനസ്ഡേസ് കാണും. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. കാരണം 13 കുറെ പേരൊക്കെ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിക്വസ്റ്റ് ചെയ്യാം ഈവനിങ് ടൈമിലേക്ക് മാറ്റാൻ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പകൽ തന്നെ എടുക്കാം, നോ പ്രോബ്ലം. പറഞ്ഞാൽ മതി. കൺഫർമേഷൻ എല്ലാരും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഗ്രൂപ്പിലൊന്ന് ചോദിച്ചിട്ട് പറയാം മാം. എല്ലാരും ഓക്കെ ആണെങ്കിൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ടൈമിൽ തന്നെ എടുക്കാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് പോകുന്നോണ്ട് എന്റെ ക്ലാസ് മാത്രം കേട്ടോ, വേറെ ആരുടെ അല്ല കേട്ടോ. എനിക്ക് മാത്രമേ അത് പറ്റുള്ളൂ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ മാം? നല്ല ക്ലാസ്, നല്ല ക്ലാസ്. താങ്ക് യു സോ മച്ച്. Good night.